ഡി പെണ്ണെ, സമയം കളയാതെ വേഗങ്ങ് വാ, ഞാൻ നിങ്ങളെ പുറകുവശത്തുണ്ട്. സിദ്ധു, 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 ഇതെവിടെ പോയി? എന്റെ ഈശ്വര, ഇനി ആരെങ്കിലും കണ്ടാണോ? മീര, ഞാൻ ഇവിടെയാ, ഇങ്ങോട്ട് നോക്ക്. സിദ്ധു, സിദ്ധു. അതെ, നിന്റെ സിദ്ധു തന്നെയാ. നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് വാടി. സിദ്ധു, നിന്നെ ഇനി കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ നീ എന്താ കരുതിയത്? നിന്റെ വീട്ടുകാരുടെ ഭീഷണി കേട്ട് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോകുന്നു? ഒരിക്കലുമില്ല. നിന്നെ സ്നേഹിച്ചത് പാതി വയൽ ഉപേക്ഷിക്കാനല്ല, എന്റെ കൂടെ കൂട്ടിക്കെട്ടി പൊറപ്പിക്കാൻ തന്നെയാ. എന്റെ പൊന്നുമീരെ, നീ ഇപ്പൊ കരയാനൊന്നും നിൽക്കല്ലേ. നിന്റെ വീട്ടുകാരെ നീ മിസ്സായതറിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് വേഗം പോവാ. അല്ലെങ്കിൽ പിന്നെ നാളെ നിന്റെ കല്യാണം എന്റെ ശവടുക്കലായിരിക്കും നടക്കുക. വേഗം വാ, ജിതിനവിടെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്ക. നീ എന്താ ഈ കാട്ടിലൂടെ കൊണ്ടുപോന്നെ? ഈ വഴിയൊക്കെ നിനക്ക് എങ്ങനെ അറിയാം സിദ്ധു? ഒളിച്ചോടാൻ കാട് തന്നെയാ ബെസ്റ്റ് മീര. അല്ലെങ്കിൽ ഈ സമയോടെ നിന്റെ വീട്ടുകാർ എന്നെ പൊക്കിയേനെ. കുറച്ചുകൂടി കഴിഞ്ഞാ മേരോടെത്തും. അപ്പൊ പിന്നെ പേടിക്കാനില്ല. വേഗം വാ, നമ്മളെ റോഡെത്തി തോന്നുന്നു. സിദ്ധു, അത് വീട്ടിലെ കാരാ. അവരാ തോന്നുന്നു. മീര, നീ പോ. ഈ ബ്രിഡ്ജ് കഴിഞ്ഞാ ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാറില്. ചേട്ടനെ കൊണ്ടുവാ, അതുവരെ ഞാൻ മാനേജ് ചെയ്തോളാം. പോ. നീ രക്ഷപ്പെട്ട അറിയില്ലെന്ന് വിചാരിച്ചു? അസത്ത്, ഇവിടെ വാടി. ഇവിടെ തൂക്കിയെടുത്ത കാറിലോട്ട് കേട്ടു. അങ്ങനെ അവിടെ കിടന്ന് ചാവട്ടെ. സിദ്ധു, സിദ്ധു, ഹേയ് സിദ്ധു, സിദ്ധു. മീര, സിദ്ധു, എന്റെ അടുത്തോട്ട് വാ. മീര, ഞാനിതെവിടെയാ?
അവളിപ്പോ എവിടെയാ? ചാരു, എടി ചാരുവേ, ഈ പെണ്ണത് എവിടെയാ? വിളിച്ചാല് വിളി കേക്കത്തില്ല. ചാരു. ആ എന്താ ചേട്ടാ, വിളിച്ചു പോവാതെ കാര്യം പറ. ആ, ഞാൻ പുറത്തോട്ട് പോവാ. അച്ഛനിപ്പോ വരും. സിദ്ധു അങ്കിളിനെ ഒന്ന് നോക്കിയേക്കണേ. ആ അത് ഞാൻ നോക്കിക്കോളാം, ചേട്ടൻ പൊക്കോ. എന്റെ ഫോണാണല്ലോ. അങ്കിളിന്റെ റൂമിലാ, പോയി നോക്കാം. മീര, സിദ്ധു അങ്കിൾ. മീരല്ലേ ഇത്? മീര, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എൻ്റെ ഈശ്വര, നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നോ? എന്താ സംഭവിച്ചേ മീര? നീ ഓക്കെ അല്ലേ? സത്യം പറഞ്ഞ എനിക്കൊന്നും ഓർമ്മയില്ല. അന്നത്തെ ആക്സിഡന്റ്, അതിനുശേഷം എന്താ സംഭവിച്ചേ? ഞാൻ വിചാരിച്ചു നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പൊ എനിക്ക് സമാധാനായി. നിന്നെ കണ്ടപ്പോ നീ സേഫ് ആയിരുന്നല്ലോ. അത് മതി. അത് എൻ്റെ കൂടെ തന്നെ സമാധാനായി എനിക്ക്. നീ എന്താ മീര ഒന്നും മിണ്ടാത്തെ? മീര, താനെന്തിനാ ഇങ്ങനെ ആർത്തളിക്കുന്നേ? അത് ശരി, എന്തിനാണോ നിങ്ങൾ എന്തിനാ എന്നെ കയറി കിസടിച്ച്? താനാ എന്തിനാ എന്നെ കയറി കിസടിച്ച്? അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും. നീ എന്താ മീര പരസ്പരം എന്തെല്ലാം സംസാരിക്കുന്നേ? എന്ത് പറ്റിയ നിനക്ക്? ഓ, അയാളുടെ ഒരു മീര. കുറെ നേരമായി മീര മീര മീര. ഞാൻ നിങ്ങളുടെ മീര. മോളെ ചാരു, എന്താ പറ്റി? സിദ്ധു, നീ എഴുന്നേറ്റോ? എന്റെ ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സിദ്ധു. ഓ താങ്ക് ഗോഡ്. എന്തായാലും അവസാനം നീ ഉണർന്നല്ലോ, സമാധാനായി. എന്താടാ നീ ഒന്നും മിണ്ടാത്തെ? ആ മോനെ, ഇങ്ങ് വന്നേ. സിദ്ധു എഴുന്നേറ്റു, നീ കണ്ടോ? ഹാ, വെറുതെ അല്ലേ ഇവള് കാറി പിടിച്ചല്ലേ. ഞാനിങ്ങ് പേടിച്ചു. ഫോൺ എടുക്കാൻ വന്നപ്പോഴാ ഇവളുടെ അലർച്ച കേട്ടെ. ചിത്തു, നിനക്ക് സുഖല്ലേ? ഞാൻ നിന്റെ വീട്ടിലാണോ? അതെ, നീ എന്റെ വീട്ടിൽ തന്നെയാ. ബൈ ദ വേ, അവനല്ല ജിത്തു, ഞാനാടാ നിന്റെ ജിത്തു. എനിക്കറിയാം സിദ്ധു, നീ ആകെ കൺഫ്യൂഷൻ ആയിരിക്കാന്ന്. നീ വിഷമിക്കണ്ട, എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ദേ ഇത് നേരത്തെ ഞാനാണെന്ന് കരുതി നീ സംസാരിച്ചത് എന്റെ മകനോടാ, ജിമിൻ. പിന്നെ ഇത് എന്റെ മോളാ, ചാരു. പിന്നെ ഞാനാണ് നിന്റെ ശരിക്കുള്ള ജിതിൻ എന്ന ജിത്തു. ഇപ്പൊ മനസ്സിലായോ? ഇല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. നീ എങ്ങനെ എന്റെ ജിത്തു ആവും? എനിക്ക് തോന്നി ഇതേതാ ഇയറെന്ന് എന്റെ പൊന്നുമോൻ അറിയോ? അത് 2015 അല്ലേ? ആയിരുന്നു. നിനക്ക് അപകടം പറ്റുന്ന സമയം. ഇപ്പൊ 2035 ആണ്. അതായത് നിന്റെ അന്നത്തെ അപകടത്തിന് ശേഷം നീ കോമയിലോട്ട് പോയി. 20 വർഷം കഴിഞ്ഞിട്ടാ നീ ഇപ്പൊ എഴുന്നേൽക്കുന്നു.
20 വർഷോ? അതെ, അതല്ലടാ നിനക്കെന്നെ മനസ്സിലാകാത്തെ. 20 വർഷം കഴിഞ്ഞു. ഞാൻ ഒരുപാട് മാറി, തടിച്ച് വണ്ണം വെച്ച്. എന്ത് ചെയ്യാനാ? പക്ഷെ നിനക്ക് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ലല്ലോ. അല്ല, ഈ കോമയിൽ പോയവർക്ക് പ്രായം കൂടത്തില്ലേ? ഷോ, അങ്ങനെയെങ്കിൽ ഞാനും അന്ന് കോമയിൽ പോയാ മതിയായിരുന്നു. അച്ഛാ, എന്തൊക്കെ അഭിഷേക് സംസാരിക്കുന്നേ? കോമയില് പോവാന്ന് പറഞ്ഞ വല്ല ഗോവക്കും പോകുന്ന പോലെയാണല്ലോ അച്ഛൻ പറയുന്നേ. ഒന്ന് മിണ്ടാതിരിക്കോ? സത്യമാടി മോളെ പറയുന്നത്. ഞാനും സിദ്ധുവും എന്തോ വ്യത്യാസമുണ്ട് നോക്ക്. ശരീരം കുറച്ച് ക്ഷീണിച്ചു എന്നല്ലാതെ വേറെ മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല. ആ സ്ഥാനത്ത് ഞാനും. അതാ ഞാൻ പറഞ്ഞ് അവനെ പോലെ കോമയിലായാൽ മതിയായിരുന്നു. ഈ ജിമ്മിനെ കൂട്ടായിരുന്നു ഞാൻ. ജിമ്മിന് എന്റെ അതേ എക്സാക്ട് കോപ്പിയാ. അതാ ഇവന് ആദ്യം അവനെ കണ്ടപ്പോ ഞാനാണെന്ന് കരുതി. ഓ, ഇതില് വലിയ അത്ഭുതമൊന്നുമില്ല എന്റെ പൊന്നച്ഛ. ഈ കണ്ട കാലമൊക്കെ തീറ്റയ്ക്കൊരു കുറവില്ലായിരുന്നല്ലോ. കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ എല്ലാ കുന്തവും ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ബോഡിയിൽ അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതും ശരിയാ. നീ എന്തോ സിദ്ധു ഇങ്ങനെ അന്താളിച്ചിരിക്കുന്നേ? നിന്റെ അന്താളിപ്പൊന്നും മാറിയില്ലേ? ഈ നിൽക്കുന്ന നിന്റെ മകളാണെന്നല്ലേ പറഞ്ഞേ? അങ്ങനെങ്കി എന്റെ മീര എവിടെയാ ജിത്തു? പറ, അവളെവിടെയാ? അതേപറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം സിദ്ധു. എനിക്കൊരിടം വരെ പോവാനുണ്ട്. നീ എന്തായാലും റെസ്റ്റ് എടുക്ക്. ഓക്കെ മോളെ, നോക്കിക്കോണേ, ഞാനിപ്പോ വരാം. അങ്കിൾ, അച്ഛൻ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്തായാലും സിദ്ധു അങ്കിൾ അതൊക്കെ മൈൻഡിൽ നിന്ന് വിട്. സമയമാകുമ്പോൾ അച്ഛൻ പറഞ്ഞോളൂ. നമുക്ക് ഫ്രഷ് ആയാലോ? ഈ കോലമൊക്കെ ഒന്ന് മാറ്റണ്ടേ? നീ പൊക്കോ, ഞാൻ ഫ്രഷ് ആയിക്കോളാം. ഓക്കെ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും വിളിച്ചാൽ മതി. താനൊന്നെ, തന്നോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ മീരയാണെന്ന് കരുതിയ. സോറി, അത് മറന്നേക്ക്. സിധു, നിനക്കിപ്പോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? ഇപ്പൊ ഞാൻ ഓക്കെയാ. അത് കേട്ടാ മതി, സമാധാനമായി. പിന്നെ സിധു, ഞാനിനി പറയാൻ പോകുന്നത് മീരയെ പറ്റിയാ. എനിക്കറിയാം നീയും അതറിയാനാ ഇന്ന് എൻ്റെ കൂടെ വന്നതെന്ന്. അതെ, എനിക്ക് അവളെ പറ്റി മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ട് നീ അധികം ഇൻട്രോ ഒന്നും പറയാതെ കാര്യം പറയേ. ഞാൻ പറയാം. എന്ത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാനസികാവസ്ഥയിലായിരിക്കണം നീ. മീര, ഷീ ഈസ് നോ മോർ. നോ, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. നീ അത് മനസ്സിലാക്കിയേ പറ്റൂ. ഷീ ഈസ് നോ മോർ. അന്ന് നീ അവളെയും കൊണ്ട് പോകുമെന്ന് അവർക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാ അവര് വൈക്ക് വെച്ച് നിന്നെ അപകടപ്പെടുത്തി അവളെയും കൊണ്ട് അവർ പോയി. നീ ഇനി ജീവനോടെ ഇല്ലെന്നും നിശ്ചയിച്ച കല്യാണം അവർ നടത്തുമെന്നും പറഞ്ഞപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് പോയടാ. അന്ന് തന്നെ അവൾ സൂസൈഡ് ചെയ്തു. പിന്നെ നിന്റെ കാര്യം, അന്ന് നിനക്ക് നല്ല ക്രിട്ടിക്കലായിരുന്നു. ഏകദേശമൊക്കെ റിക്കവറായി വന്നപ്പോൾ പിന്നെ നീ 10-15 വർഷം സച്ചിയേട്ടൻ്റെ കൂടെയായിരുന്നു. സച്ചിയേട്ടന് പിന്നെ അത്യാവശ്യമായിട്ട് രണ്ടെല്ലാം സെറ്റിൽ ആവേണ്ട ആവശ്യം വന്നപ്പോൾ എന്നെയും കൊണ്ട് പോകാൻ നിൽക്കുമായിരുന്നു. പിന്നെ എനിക്കെന്തോ അതിന് തോന്നിയില്ല, എൻ്റെ കൂടെ നിർത്തണം എന്ന് തോന്നി. അങ്ങനെയാ നിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. നീ എന്താ സിധു ഒന്നും മിണ്ടാത്തെ? എനിക്കറിയാം നീ ഇപ്പോൾ മനസ്സ് തകർന്ന് നിൽക്കുകയാണ്. പക്ഷെ നീ ഇനിയും ഒന്നും മനസ്സ് കൊണ്ട് നടക്കരുത്. നീ മൂവ് ചെയ്യണം. കാരണം ഇനി ഒരിക്കലും ആ കഴിഞ്ഞ പാസ്റ്റ് തിരിച്ചു കിട്ടില്ല. വർഷങ്ങളേറെയായി. നിന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ആയിരിക്കും. പക്ഷെ നമ്മൾ സത്യം മനസ്സിലാക്കിയല്ലേ പറ്റൂ. നീ പൊക്കോ, എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം. ഞാൻ വന്നോളാം.
ആ സത്യം ഇനി ഞാൻ ഉൾക്കൊണ്ടേ പറ്റൂ. ഈ ലോകത്ത് മീര നീ ഇല്ലായിരിക്കും, പക്ഷെ എൻ്റെ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ. ഇനിയുള്ള കാലം നിന്നെ ഓർത്തായിരിക്കും എൻ്റെ ജീവിതം. ആ ചാരു, നീ കോളേജിലോട്ടല്ലേ? എന്നാ എന്റെ കൂടെ പോര്. ആ അച്ഛൻ അതിന് ഇന്നെന്റെ കോളേജിലോട്ട് വരുന്നുണ്ടോ? അതെ, ഞാനും സിദ്ധും ഇന്ന് നിന്റെ കോളേജിലോട്ട് വരുന്നുണ്ട്. എന്തിന്? നിങ്ങൾക്ക് രണ്ടുപേർക്കും കോളേജിൽ വരേണ്ട ആവശ്യം എന്താ? അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും. സിദ്ധു, ആ നീ വന്നോ? ഇതങ്ങേര് തന്നെയാണോ? എന്തൊരു മാറ്റം! എന്നാ നമുക്ക് ഇറങ്ങാല്ലേ? യെസ്, ഇവിടെ നിന്ന് ഇനി ലേറ്റ് ആവണ്ട. ആ മോളെ, നീ കോളേജിലോട്ട് പോവാണോ? അതെ അച്ഛാ, ഞാൻ ഇറങ്ങാൻ നിൽക്കുവാ. എന്നാ സിദ്ധുവിന്റെ കൂടെ പൊക്കോ. അതെന്തിനാ? സിദ്ധു അങ്കിള് ഇന്ന് കോളേജിലോട്ട് വരുന്നുണ്ടോ? ചാരു റെഡി ആയില്ലേ? പോകാ. അച്ഛാ, കാറ് വന്നു. ഇനി സംസാരിച്ചിരിക്കാൻ സമയമൊന്നുമില്ല. ഞാൻ പോവാ. ബൈ, വൈകിട്ട് കാണാം. ചാരു, നിന്റെ ആ അങ്കിള് ഇപ്പൊ അവിടെ ഇല്ലേ? കാണാറൊന്നുമില്ല. കോമേന്ന് എഴുന്നേറ്റൊന്ന് നീ പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഒരു വിശേഷം കേൾക്കുന്നില്ല. ഓ, ആളവിടൊക്കെ തന്നെ ഉണ്ട്. ഉള്ളതും ഇല്ലാത്തതൊക്കെ കണക്കാ. ആളൊരു മൊരടനാടി. എനിക്കിഷ്ടല്ല. പരസ്പരം ഒന്ന് കണ്ട നോക്കുപോലുമില്ല. ഒന്ന് സംസാരിക്ക. ആരാന്ന വിചാരം? എനിക്കിഷ്ടല്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം മെയിൻ ചെയ്യാൻ പോകാറില്ല. ആളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചാരു. 20 വർഷം കഴിഞ്ഞ് എഴുന്നേക്കുന്നതല്ലേ. ആളാകെ മരവിച്ച് പോയിട്ടുണ്ടാവും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അയാളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇന്നലെ നടന്ന പോലെ ആയിരിക്കും. പക്ഷെ 20 വർഷം കഴിഞ്ഞെന്ന് അയാൾക്ക് ഉൾക്കൊള്ളാൻ സമയം വേണ്ടി വരും. അതായിരിക്കും. ആ, ചിലപ്പോ ആയിരിക്കും. അച്ഛനടക്ക് പറയുന്നത് കേൾക്കാം, സിദ്ധു ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ആളായിരുന്നു. സത്യത്തില് ആ അങ്കിളിന് എന്താ സംഭവിച്ചത്? നിനക്കറിയോ സിദ്ധു അങ്കിളിന്റെ പാസ്റ്റ്? ഇല്ലടി, എനിക്ക് വല്ലാണ്ടൊന്നും അറിയില്ല. പക്ഷെ എന്തോ ഒരു പ്രേമ കേസാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കറിഞ്ഞാ കൊള്ളാന്നുണ്ട്. ഓ, ഇനിയിപ്പൊ അതറിഞ്ഞിട്ട് എന്താ നിനക്ക്? ഇന്ന് വന്നേ, ഇതേ ബസ്. Good morning all, I'm Siddharth Mano. From today I'm your English lecturer, also your class teacher. Silence! എൻ്റെ ക്ലാസ്സിൽ ആരും സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചാരു, സമയം നോക്ക്. 9:15. അയ്യോ, ഇന്ന് ആ ചാക്കോ സാർ നമ്മളെ രണ്ടിനെ ശരിയാക്കും. വേഗം വാ, ഞാൻ പോവാ. നീ എങ്ങോട്ടേ ഓടുന്നേ? അതിനാ സാർ ഇനി തൊട്ട് ഇല്ലല്ലോ. നമുക്ക് പുതിയ സാറല്ലേ. ഞാൻ എന്തായാലും പോവാ. പറയാൻ പറ്റില്ല, അയാളെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലോ. നീ വേഗം വാ. എടി, അവിടെ നിക്കണേ, എന്നെയും കൂട്ട്. ഈ പെണ്ണ്. സോ എൻ്റെ ക്ലാസ് സ്റ്റുഡൻസ് എന്ന രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദ ഫസ്റ്റ് വൺ, ഡിസിപ്ലിൻ. നിങ്ങൾ ഓരോരുത്തരും കീപ്പ് ചെയ്യേണ്ട ഒന്നാണ് ഡിസിപ്ലിൻ. അത് എൻ്റെ ക്ലാസ്സിൽ നിന്ന് മാത്രമല്ല, ഓരോ ക്ലാസ്സിലും
ഒരു ലെക്ചർ പോലും നിങ്ങളെ പറ്റി കംപ്ലൈന്റ് എന്നോട് പറയാൻ പാടില്ല. അങ്ങനെ ഞാൻ കേട്ടാൽ നിങ്ങൾക്ക് പണിഷ്മെന്റ് ഉണ്ടാകും. ആൻഡ് സെക്കൻഡ് വൺ, മേ ഐ കം ഇൻ സർ? നോ, എന്റെ ക്ലാസ്സിൽ ആരും ലേറ്റ് ആയി വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. സോ യു പ്ലീസ് ഗെറ്റ് ഔട്ട്. ആ പാറു എന്താ വല്ല കുതിരയാണോ? അവളുടെ ഒരു പൊടി പോലും കാണുന്നില്ലല്ലോ. ക്ലാസ്സിലെത്തിക്കാണോ? എന്റെ ഈശ്വരാ, ഇനി ഞാൻ ഒറ്റക്കാവുമല്ലോ. സർ പ്ലീസ്, ഇനി ഒരിക്കലും ഞാൻ ലേറ്റ് ആവില്ല. സോറി സർ. മേ ഐ കം ഇൻ സർ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ ഇതുവരെ കേട്ടിയില്ലേ? ഇല്ലടി, ഇങ്ങനെ കുറച്ച് സീനാന്ന് എനിക്ക് തോന്നി. എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. ഞാനിപ്പോ അങ്ങോട്ട് കാല് പിടിച്ചോണ്ടിരിക്കുക. സ്റ്റോപ്പ് ഇറ്റ്. സിദ്ധു അങ്കിൾ, അങ്കിൾ എന്താ ഇവിടെ? ഇപ്പൊ സമയം എത്ര? 9:20. കോളേജ് എപ്പോഴാ തുടങ്ങുന്നത്? 9 o'clock sir. സോ നൗ ടെൽ മീ വാട്ട് ഈസ് ദ റീസൺ? ആക്ച്വലി എന്നും വരുന്ന ബസ് മിസ്സായി പോയി സർ. വാട്ട് അബൌട്ട് യു? ഞങ്ങള് ഒരുമിച്ചാ വരുന്നേ. അതാണോ റീസൺ? നോ, എനിക്കും ബസ് മിസ്സായി. ഓക്കെ, എന്തായാലും രണ്ടുപേരും ഈ സൈഡിലങ്ങ് നിന്നാ മതി. ഇന്ന് ക്ലാസ്സിൽ ഇരിക്കണ്ട. എന്റെ ഈശ്വര, ഇനി ഇങ്ങേറ്റ ക്ലാസ് കഴിയോളം 1 മണിക്കൂർ ഇവിടെ നിക്കണ്ടേ? നിക്കണം, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? എന്താ സംസാരം? പുറത്ത് പോണോ? ഒന്നല്ല സർ. സോ സ്റ്റുഡൻസ്, ഞാൻ ഒരിക്കൽ കൂടി എന്നെ പരിചയപ്പെടുത്താം. ഐ എം സിദ്ധാർത്ഥ്, നിങ്ങളുടെ ഇംഗ്ലീഷ് ലെക്ചർ, ഓൾസോ യുവർ ക്ലാസ് ടീച്ചർ. സോ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയേ? ഡിസിപ്ലിൻ സർ. യെസ്, നിങ്ങൾ ഓരോരുത്തരും മസ്റ്റായിട്ടും കീപ്പ് ചെയ്യേണ്ടതാണ് ഡിസിപ്ലിൻ. അത് എൻ്റെ മുന്നിലും മാത്രമല്ല, എല്ലാ ക്ലാസ്സുകളിലും. നിങ്ങളെപ്പറ്റി ഏതെങ്കിലും ടീച്ചേഴ്സ് എനിക്ക് കംപ്ലൈൻറ്റ് തന്നാ ഞാൻ എന്തായാലും നിങ്ങളെ പണിഷ് ചെയ്യും. ആൻഡ് ദ സെക്കൻഡ് വൺ, ഇതുപോലെ സില്ലി റീസൺസ് പറഞ്ഞ് ലേറ്റ് ആവാം. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എൻ്റെ ക്ലാസ്സിലോട്ട് സ്റ്റുഡൻസ് ലേറ്റ് ആയി വരുന്നത്. കോളേജ് ടൈം എപ്പോഴാ? ഷാർപ്പ് 9 o'clock. സോ ആ സമയത്ത് എല്ലാവരും ഇവിടെ എത്തിയിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ആരും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഇവർക്ക് കിട്ടിയ പോലെ ഇതിൻ്റെ അകത്ത് ഞാൻ നിർത്തില്ല. ഗെറ്റ് ഔട്ട് അടിച്ചിരിക്കും. മനസ്സിലായോ? സോ ഡോണ്ട് ബി ലേറ്റ്. ഓ പിന്നെ ഇയാൾ ആരാ? ഒന്ന് ലേറ്റ് ആയെന്ന് വെച്ച് തല പോകുന്നില്ലല്ലോ. ആൻഡ് ദ തേർഡ് വൺ, എൻ്റെ സ്റ്റുഡൻസ് ആരും ക്ലാസ് ബങ്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് ലൈബ്രറി പോയിരിക്കുക, പാർക്ക് പോവുക, സിനിമക്ക് പോവുക, ഇതൊന്നും എൻ്റെ ക്ലാസ്സിൽ അലൗഡ് അല്ല. എൻ്റെ ക്ലാസ് ആരെങ്കിലും ബങ്ക് ചെയ്ത് പോയാൽ ദേ ആർ നോട്ട് അലൗഡ് ടു ഗെറ്റ് ഇൻ മൈ ക്ലാസ്. മാത്രമല്ല, മറ്റുള്ളവരുടെ ക്ലാസ് ബങ്ക് ചെയ്തെന്ന് എനിക്ക് കംപ്ലൈൻറ്റ് വന്നാൽ അതിനുള്ള പണിഷ്മെൻറ്റും നിങ്ങൾക്ക് കിട്ടും. ചാരുവേ, നീ വല്ലതും കേട്ടോ? ഇനി തൊട്ട് നമ്മുടെ ക്ലാസ് ബങ്കിങ് ഒക്കെ കട്ട്. കേട്ടോ? ഇതിലേറെ നല്ലത് ചാക്കോമാഷായിരുന്നു അല്ലേ? പാവം, അങ്ങേര് ഇവിടുന്ന് പോവാൻ ഞാൻ അമ്പലങ്ങളിൽ വഴിപാട് വരെ നേർന്നു. അത് ഫലിച്ചപ്പോ അതിന്റെ ഫലം മൊത്തം നമ്മൾ അനുഭവിക്കണം. ഇങ്ങേരെന്ത് മുരടനാടി! ഞാൻ പറഞ്ഞില്ലേ ഇയാള് മുരടനാണെന്ന്. ഒക്കെ എവിടെ വരെ പോകുന്നു. സോ സ്റ്റുഡൻസ്, നമ്മുടെ റൂൾസ് കഴിഞ്ഞിട്ടില്ല. ദ ഫോർത്ത് റൂൾ ഈസ് ദ ഫോൺസ് ആർ നോട്ട് അലൗഡ് ഇൻ ദ ക്ലാസ് റൂം. ഓക്കെ, ഈവനിങ് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ 2 പേരും എന്നെ വന്ന് കാണണം. അപ്പോൾ ഫോൺ തരാം. ആൻഡ് ഡോണ്ട് റിപ്പീറ്റ്. അങ്ങോട്ട് നോക്ക്, സാറതാ നിന്നെ നോക്കി തേക്കുന്നു. And the fifth one is, you are not allowed to eat food during class. Charulata, don't repeat.
എന്റെ ചാരുവിനെ വീണ്ടും പെട്ടു. നീ എന്തിനാ ഇപ്പൊ കഴിക്കാൻ നിന്ന്? ബോറടിച്ചിട്ട് കുറെ നേരമായല്ലോ അയാളുടെ ക്ലാസ് തുടങ്ങിയിട്ട്. പിന്നെ എവിടെ ഇല്ലാത്തൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇതൊക്കെ പാലിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരണം. കോളേജ് എന്തിനാ അടിച്ചു പൊളിക്കാനും? അതും അറിയില്ലേ. ഇയാളാ ഹിറ്റ്ലർ മാധവൻകുട്ടിക്ക് പഠിക്കുക. ഇങ്ങനെ പോയാൽ നിനക്ക് പണി കിട്ടാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. പിന്നെ പണിയാൻ ഇങ്ങോട്ട് വരട്ടെ. എന്റെ വീട്ടിലാണല്ലോ താമസം. തിരിച്ച് ഞാനും നല്ല പണി കൊടുക്കും. എന്താ സിദ്ധാർത്ഥ് സാറ് എങ്ങനെ നിന്റെ വീട്ടിലാണ്? ഓ, അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ, ഇയാളാണ് എന്റെ സിത്തു അങ്കിള്. ശരിക്കും? അതെ. എന്റെ ഈശ്വര, കണ്ടാ പറയില്ലല്ലോ. എന്ത് ചുള്ളനാ സാറ്. സാറിന് എത്ര വയസ്സുണ്ടെന്നാ നീ പറഞ്ഞേ? 42, 43 ഒക്കെ ആയിട്ടുണ്ട്. എന്താ? ഹേ, വാട്ട്സ് ഗോയിങ് ദർ? നത്തിങ് സർ. കുറെ നേരായി രണ്ടും. ഇനി നിങ്ങൾ സംസാരിക്കുന്ന ഞാൻ കണ്ട പിടിച്ച് വെളിയിലാക്കും ഞാൻ. മനസ്സിലായോ? യെസ് സർ. സോ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞതെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്നാൽ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടന്നാലോ? സാർ ഞങ്ങളാരും പരിചയപ്പെട്ടില്ല. ഇപ്പൊ എന്തായാലും അതിന്റെ ആവശ്യമില്ല. സമയമാകുമ്പോ ഞാൻ തന്നെ പരിചയപ്പെട്ടോളാം. ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് എടുക്ക്. എന്റെ പൊന്നോ, എന്തൊരു ബോറാടി ഇങ്ങനത്തെ ക്ലാസ്. നിന്ന് മനുഷ്യന്റെ കാല് കയക്കുന്നു. ഒന്ന് ബെല്ലടിച്ചിരുന്നെങ്കിൽ സമാധാനം. സോ ദാറ്റ്സ് ഓൾ സ്റ്റുഡൻസ്. ഈ അവർ കഴിഞ്ഞിട്ടുള്ള അവർ ഞാൻ തന്നെ ആയിരിക്കും. നിങ്ങളെ പോർഷൻസ് കുറച്ച് ബാക്കിലോട്ടാന്ന് ചാക്കോമാഷ് പറഞ്ഞിരുന്നു. സോ അത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഇനി അയാളെ സഹിക്കണല്ലോ. ഈശ്വര. സോ സിത്തു സാറാണ് നിന്റെ അച്ഛന്റെ ഫ്രണ്ട് സിത്തു അങ്കിൾ അല്ലേ? അതേടി, അതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞേ. നീ പറഞ്ഞ പോലെ ആളിച്ചിരി റൂഡാ അല്ലേ? ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ. എങ്ങനെയാ 2 മണിക്കൂർ സഹിച്ചെന്ന് ഒരു പിടുത്തവുമില്ല. അതല്ലടി ഞാൻ പറഞ്ഞേ, ആളൊരു മുരടനാണെന്ന്. അല്ലെങ്കിൽ നീ തന്നെ ആലോചിച്ച് നോക്ക്. ഞാൻ എങ്ങനെ ആരാ? ആളുടെ ഫ്രണ്ടിന്റെ മോളാ. ആ ഒരു പരിഗണന പോലും എനിക്ക് തന്നോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. 10-15 മിനിറ്റ് ലേറ്റ് ആയെന്നും പറഞ്ഞ് അങ്ങ് നിർത്തിയേക്കുന്നു. ഇപ്പോഴും എന്റെ കാലിന്റെ കടച്ചില് മാറുന്നില്ല. ഹാടി, എനിക്ക് മനസ്സിലായി. പക്ഷെ നിന്നെ കുറച്ച് കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നു. എപ്പോ എവിടെ കൺസിഡർ ചെയ്തെന്നാ നീ പറയുന്നേ? എടി, ഞാനാണല്ലോ ആദ്യം വന്നേ. അപ്പൊ എന്നെ പുള്ളി ഗെറ്റ് ഔട്ട് അടിച്ചതാ. ഞാൻ എന്നിട്ട് കാല് പിടിക്കുമ്പോഴാ നീ വന്നേ. നീ വന്നതും ഗെറ്റ് ഔട്ട് അടിച്ചില്ല, അതിന്റെ അകത്ത് തന്നെ നിർത്തി. അതാ ഞാൻ പറഞ്ഞേ, ചെറിയൊരു കൺസിഡറേഷൻ കിട്ടിയില്ലേ? ഓ, ഇതിലേറെ ബെറ്റർ ഗെറ്റ് ഔട്ട് അടിക്കുന്നതല്ലായിരുന്നു. ആ ക്യാൻറ്റീനിൽ പോയിരുന്ന് ചായ കുടിക്കായിരുന്നു. അതും ശരിയാ. സത്യം പറയാലോ, മഹാബോറ അങ്ങേരുടെ ക്ലാസ്. ഓ, എത്ര കോട്ടുമായിട്ടെന്ന് എനിക്ക് പോലും അറിയില്ല. അതെ, ഒരു ബോറൻ സിദ്ധാർത്ഥ് മേനോൻ. ബോറനാണെങ്കിലും ആളൊരു ചുള്ളനാണ് കേട്ടോ. ഹാൻസം. 43-ാം വയസ്സിലും ആളുടെ ആ ചൊറുചൊറുക്കുന്ന നോക്കണം അല്ലേ? ഓ, എനിക്കങ്ങനൊന്നും തോന്നിയില്ല. എന്നാ നിന്റെ കണ്ണിന് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് ചാരു. നമ്മുടെ കോളേജിലെ പെൺപിള്ളേര് മൊത്തം അങ്ങേരുടെ പിന്നാലെയാ. ആളുടെ വയസ്സൊന്നും ആർക്കും അറിയില്ല, പറഞ്ഞാലിട്ട് വിശ്വസിക്കത്തുമില്ല. അല്ലെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷന് ഏജോ ജെൻഡറോ ഒന്നും ഒരു പ്രശ്നമല്ലല്ലോ. ആരും ജഡ്ജും ചെയ്യില്ല. അതൊക്കെ അച്ഛൻ പറയുന്ന കേൾക്കാം. അച്ഛന്റെ കാലത്തൊക്കെ വലിയ ഇഷ്യൂസ് ആയിരുന്നു. അതെ അതെ. അതുകൊണ്ടെന്താ, സാറിന് 43 വയസ്സാണെന്ന് അറിഞ്ഞാലും ഈ പെൺപിള്ളേരൊക്കെ സാറിനെ കല്യാണം കഴിക്കാൻ കണ്ണും പൂട്ടി എസ് പറയും. അതുറപ്പാ. നോക്കിയിരുന്നാ മതി. അയാളിനി ഒരു കല്യാണം കഴിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? അതോ, ഇന്ന് ജെസ്സി മിസ് ശരത് സാറോട് പറയുന്ന കേട്ടതാ. നമ്മുടെ സിദ്ധു സാറിന് നല്ല ജാടയാണ്, റൂഡാണ് എന്നൊക്കെ. മിസ് പരിചയപ്പെടാൻ ചെന്നപ്പോ മൈൻഡ് ചെയ്തില്ലാന്ന്. പിന്നെ ജെസ്സി മിസ് അല്ലേ ആള്. ഇൻസൾട്ട് ചെയ്തെന്നും പറഞ്ഞ് എല്ലാരോടും പറഞ്ഞോണ്ട് നടക്കുക.
ജെസ്സി മിസ്സിന് അങ്ങനെ വേണം. ഭൂലോക സുന്ദരി എന്ന ആളുടെ വിചാരം. എല്ലാ സാറുമാരെയും കുപ്പിയിലാക്കി വെച്ചേക്കുവാണല്ലോ. അതുപോലെ ചെന്നതാവും. സിദ്ധു സാറിന്റെ കയ്യില് അതൊന്നും നടക്കില്ലെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത് കലക്കി. മതി മതി, വേഗം നടക്കാൻ നോക്ക്. അച്ഛൻ എന്ത് പണി എന്ന് കാണിച്ചേ? എന്തു പറ്റി ചാരു? എന്തു പറ്റിയെന്നോ? അച്ഛൻ എന്താ സിദ്ധു അങ്കിൾ എന്റെ കോളേജിൽ ജോയിൻ ചെയ്തത് നേരത്തെ പറയാനേ? ഓ അതോ, അത് നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയത്. ഞാൻ എന്ത് 10-15 മിനിറ്റ് ലേറ്റ് ആണെന്ന് പറഞ്ഞ് എന്റെ ക്ലാസ്സിൽ മുഴുവൻ നിർത്തിച്ചു, അറിയോ? ജിത്തു, നിന്റെ മകളാണെന്ന് കരുതി ഞാൻ ആർക്കും സ്പെഷ്യൽ കൺസിഡറേഷൻ ഒന്നും കൊടുക്കില്ല. ലേറ്റായി വന്ന ഇനിയും ഇതുപോലുള്ള പണിഷ്മെന്റ് കൊടുക്കും. നിന്റെ മോളോടൊന്ന് പറഞ്ഞേക്ക്. കണ്ടാച്ച പറയുന്നേ, ആരാണ് അയാളുടെ വിചാരം? എനിക്കാളുടെ ഒരു കൺസിഡറേഷനും വേണ്ട. ഓ പിന്നെ ചാരു, എന്താ മോളെ ഇത്? അവൻ പറഞ്ഞത് അവന്റെ പ്രൊഫഷണൽ ആയിട്ടല്ലേ, നീ അങ്ങനെ അതിനെ കാണ്. ഓക്കെ, ഇനി തൊട്ട് ലേറ്റ് ആവണ്ട. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ ആ സ്കൂട്ടി കൊണ്ട് പോവാൻ. അപ്പൊ നിനക്ക് ഇങ്ങനെ നടന്ന് ബസ് കയറി പോകുന്നതാ ഇഷ്ടം. ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ പിന്നെ നീ അനുഭവിക്ക്. എന്നോട് കംപ്ലൈന്റും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട കേട്ടോ. അയാളും കണക്ക, അച്ഛനും കണക്ക. എന്നോട് ഇനി മിണ്ടണ്ട. എന്റെ ഈശ്വര, ബെല്ലടിച്ചല്ലോ. മിക്കവാറും ആ കാലമാടൻ എന്നെ ഇന്ന് ഗെറ്റൗട്ട് അടിക്കും. ഗെറ്റൗട്ട് അടിച്ചാൽ മതിയായിരുന്നു. എന്നാലും അകത്ത് നിർത്തല്ലേ, എനിക്ക് വയ്യ ഇനി 1 മണിക്കൂർ നിൽക്കാൻ. ഈശ്വര, കാലമാടൻ എത്തിക്കാണല്ലേ. മേ കമിങ് സർ? നോ, യു പ്ലീസ് ഗെറ്റ് ഔട്ട്. രക്ഷപ്പെട്ടു. കാന്റീനിൽ പോയി വല്ല ചായയും കഴിക്കാം. അതെ, താൻ വെളിയിൽ നിന്നാ മതി, വേറെ എങ്ങും പോവാൻ പാടില്ല. ഞാൻ കാണുന്നിടത്ത് വേണം നിൽക്കാൻ. യു ഗോട്ട് ഇറ്റ്? യെസ് സർ. ഇത് മനഃപൂർവ്വം എനിക്കിട്ട് തന്ന പണിയാ കാലമാടൻ. എടി, നമ്മുടെ സിദ്ധു സാർ എങ്ങനെയാ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായോ? ഇഷ്ടായോന്നോ? എന്റെ മോളെ, സിദ്ധു സാറെ വല്ലാൻ ഇവിടെ ആരുണ്ട്? ആരുമില്ല. എന്തൊരു ഹാൻസം ആണ് സാറ്. ഓ മൈ ഗോഷ്. അതെ അതെ, എന്തൊരു രസം സാറ് കാണാൻ. സാറ് ക്ലാസ് ബോറാണെങ്കിലും സാറ് കണ്ടോണ്ടിരിക്കാൻ നല്ല ഭംഗിയാ. ആ ഒരൊറ്റ റീസൺ കൊണ്ടാ കട്ട് ചെയ്യാതെ സാറെ കാണാൻ വേണ്ടി ക്ലാസ്സിലിരിക്കുന്നേ. അയ്യേ, ഇവിടമാർക്കൊന്നും വേറെ പണിയില്ല. എടി, സാറ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഇല്ലടാ, സാറ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എന്ത് ചെയ്യും? നമുക്ക് എങ്ങനെയും കണ്ടുപിടിക്കണം. എനിക്ക് തോന്നുന്നു സാറ് കല്യാണം കഴിച്ചിട്ടില്ലാന്ന്. ഓ, ഇനിയിപ്പോ അതറിയാത്തോണ്ടാ. ഇവളുമാർക്ക് എന്തൊക്കെ അറിയണം? എനിക്കുറപ്പാ സാറ് കല്യാണം ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. സാറ് കണ്ടാൽ അറിഞ്ഞൂടെ? ഓക്കെ, സാറ് കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ മോളുടെ പ്ലാൻ? എന്ത് പ്ലാൻ? സാറെ അങ്ങ് വളക്കും, എന്നിട്ട് സാറെ കിട്ടി 5-6 പിള്ളേരായി ഞങ്ങൾ അങ്ങ് ജീവിക്കും. ഹാവ്, എന്ത് നല്ല സ്വപ്നം. എടി എടി, ഇതാടി മറ്റേ സാറ്, സിദ്ധാർത്ഥ് സാറ്. നോക്ക് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇതായിരുന്നോ? എന്ത് ചുള്ളനാലേ. ടെസ, അങ്ങോട്ട് നോക്ക്, സിദ്ധാർത്ഥ് സാറ്. ഇപ്പൊ എവിടെ തിരിഞ്ഞാൽ ഇങ്ങേരാണല്ലോ. ഓ, ഇനി കുറച്ച് കോഴികളുടെ ഒലിപ്പീര് കാണണല്ലോ. എനിക്ക് പയ്യെ ഇതൊന്ന് കാണാൻ. പാറു, നിന്റെ കഴിഞ്ഞില്ലേ? വാ, നമുക്ക് പോവാം. ഓ, കഴിഞ്ഞു പോയേക്കാവേ. അങ്ങേരെ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അയാൾ ഓടിക്കണം. അതിനെന്തോ ഒരു വഴി. പാറു, നിന്നോടാ? എന്താ? ഞാൻ കേട്ടില്ല.
സിദ്ധു അങ്കിളിനെ എങ്ങനെയാ ഇവിടുന്ന് ഓടിക്കുക? അതെന്തിനാടി? എന്തോ എനിക്ക് അയാളെ ഇവിടെ കാണുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അയാൾക്കൊരു മുട്ട മുനി കൊടുത്ത് ഇവിടുന്ന് ഓടിച്ചാലോ? നിനക്ക് പ്രാന്താണോ? മിണ്ടാതിരുന്നേ. അല്ലെങ്കിലും നീയും അയാളുടെ സൈഡാണല്ലോ അല്ലേ? എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല. നീ എന്നാ നിന്റെ ആന്റിയുടെ വീട്ടിൽ നിന്ന് വരുന്നേ? അറിയില്ലടാ, ഞാൻ വീട്ടിലോട്ട് പോകുന്നെന്ന് നിന്നോട് പറയാം. ശരി, വാ ക്ലാസ്സിലോട്ട് പോവാം. ഗുഡ് മോർണിംഗ് ഓൾ. ക്ലോസ് യുവർ ടെസ്റ്റ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങൾക്കിന്ന് ടെസ്റ്റ് പേപ്പറാണ്. എല്ലാവരും റെഡിയല്ലേ? എപ്പോ? ഇന്ന് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഈ കാലമാടൻ. പാറു എങ്ങനെ പറഞ്ഞിരുന്നോ? ആ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ നീ ഏത് ലോകത്താ? നീ അതിന് ഉറങ്ങുമല്ലായിരുന്നോ? അപ്പൊ പിന്നെ എങ്ങനെ അറിയാനാ അല്ലേ? എടുത്തു ഇഷ്ടമെന്ന് നിനക്കൊന്ന് ഓർമ്മിപ്പിച്ചുകൂടായിരുന്നോ? അതിന് ഞാൻ കരുതി നിനക്കറിയായിരിക്കുമെന്ന്. ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയല്ലോ. നിങ്ങൾ ആരോട് ചോദിച്ച് എഴുതാൻ നോക്കണ്ട. എല്ലാവർക്കും ഞാൻ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിട്ടുള്ളത്. മനസ്സിലായോ? എന്നാ സ്റ്റാർട്ട് ചെയ്തോ. ഈശ്വര, ഒന്നും മനസ്സിലാവുന്നില്ല. അതെങ്ങനെയാ? ഇങ്ങേരുടെ ക്ലാസ്സിൽ മൊത്തം ഞാൻ ഉറക്കമല്ലേ? എടി, ഇതങ്ങേരെ അറിഞ്ഞു പണി തന്നെയാ. എനിക്കുള്ള ക്വസ്റ്റ്യൻസ് ആവില്ല നിനക്കുള്ളത് അല്ലേ? അതെടി, ഇനി എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒപ്പിക്കാൻ എനിക്ക് അത്രേ പറയാൻ പറ്റുന്നുള്ളൂ. അയ്യോ, ഉറക്കം വരുന്ന. ടെസ്റ്റ് പേപ്പർ അല്ലേ, ഇതൊക്കെ മതി. ഓ, എന്നെ നോക്കിയിരിക്കണം. വേറെ പണിയൊന്നുമില്ല ഇവർക്ക്. ഞാൻ പേടിക്കുന്നായിരിക്കും. ഞാനാരാ മോള്? എന്താ പെട്ടെന്ന് അതെനിക്ക് ഓർമ്മ വന്നേ. ചിലപ്പോ അവിടെ മീരയെ പോലെ ആയതുകൊണ്ടാവും ഇങ്ങനത്തെ ഒന്നും ഞാൻ ഓർക്കാനേ പാടില്ല. കാലമാടൻ എന്തേ നോക്കി ദഹിപ്പിച്ച് കഴിഞ്ഞു. ഓക്കെ സ്റ്റുഡൻറ്, ടൈംസ് അപ്പ്. നിങ്ങൾ ഓരോ ബെഞ്ചും കളക്ട് ചെയ്ത് മുന്നോട്ട് പാസ് ചെയ്ത് എൻ്റെ കയ്യിലെത്തിക്കാം. ഓക്കെ? ആ, ഇന്ന് അശ്വതി മിസ് വന്നിട്ടുണ്ടായിരുന്നോ? പിന്നെ വരാതെ? കല്യാണ തിരക്കൊക്കെ കഴിഞ്ഞില്ലേ? അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. ഇനി എന്താ ചേച്ചിയുടെ? വരട്ടെ, സമയമുണ്ടല്ലോ. എനിക്ക് മനസ്സിനാണെങ്കിൽ ഒരാള് വരണ്ടേ? എന്നാ അങ്ങനെ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആര്? ഒരാളെ എത്തിയിട്ടുണ്ടെന്നേ. പുതിയ സാറാ, സിദ്ധാർത്ഥ് മേനോൻ. ആണോ? ഏതാ സബ്? ഇംഗ്ലീഷ്. ഓ, എന്നിട്ട് ആളെങ്ങനെയാ? ആള് സൂപ്പറാ. മിസ്സിനെന്തായാലും ചേരും. ഒന്ന് പോടി. ആര് വന്നാലും നീ എനിക്കാണല്ലോ ചേർച്ച നോക്കുന്നേ. എന്ത് ചെയ്യാനാ മിസ്സേ, നേരത്തെ കാലത്ത് കെട്ടിപ്പോയി. ഹാ,
അല്ലെങ്കിൽ ഇപ്പൊ സിദ്ധു സാറിനെ ഞാൻ ആർക്കെങ്കിലും വിട്ടുതരോ? ഒരിക്കലും തരില്ല. അല്ല, ഈ സാറ് വന്നത് ജെസ്സി മിസ് അറിഞ്ഞില്ലേ? ഓ, അറിഞ്ഞു. സാറ് മൈൻഡ് ചെയ്യാനേ പോയിട്ടില്ല. അതിന്റെ ചൊരുക്കുണ്ട്. അത് ശരി. അല്ല, സാർ അങ്ങനെ ആരോടും മിണ്ടാറൊന്നുമില്ലേ? ഇല്ല, ആവശ്യത്തിന് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അതല്ല, നമ്മുടെ മായ മിസ് ലീവ് കഴിഞ്ഞ് വന്നോ? ഇല്ല, വന്നിട്ടില്ല. മിസ്സിന്റെ മോൾക്ക് എങ്ങനെ ഉണ്ടാവല്ലേ? അറിയില്ല. മിസ് നാട്ടിൽ പോയ പിന്നെ വിളിക്കത്തില്ലല്ലോ. മിസ്സേ, സിദ്ധു സാറ്, ഇതാ ഞാൻ പറഞ്ഞ പുതിയ സാറ്. എന്റെ ഈശ്വര, സിദ്ധുവേട്ടൻ മിസ്സിനെങ്ങനെയാ? സാറ് മുന്നേ പരിചയമുണ്ടോ? ഉണ്ടോന്നോ? എന്റെ സീനിയർ ആയിരുന്നു. കുറെ കാലമായിട്ട് ഒരു വിവരമില്ലായിരുന്നു. ഇപ്പൊ എവിടുന്നാ പെട്ടെന്ന് പോന്തേ? അത് ശരി, മിസ്സിന്റെ സീനിയർ ആയിരുന്നു അല്ലേ? എന്നാ സാറടുത്ത് പോയി സംസാരിച്ചു നോക്ക്. അത് വേണോ? എന്നെ ഓർമ്മ കാണോ എന്തോ? കുറെ വർഷായില്ലേ. മിസ്സിന് സാറ് ഓർമ്മയുണ്ടല്ലോ, അതുപോലെ ചിലപ്പോ സാറിന് മിസ് ഓർമ്മ കാണായിരിക്കും. ഏയ്, അതുണ്ടാവില്ല. സാർ അന്നത്തെ എല്ലാവരുടെയും ക്രഷ് അല്ലായിരുന്നു, എന്റെയും. അതുകൊണ്ടാ. അത് ശരി, അപ്പൊ മിസ്സിന്റെയും ക്രഷ് ആയിരുന്നു അല്ലേ? എന്നാ എന്തായാലും പോയി സംസാരിക്കണം. ഇതൊക്കെ നമുക്ക് പൊഴുതട്ടി എടുക്കാമേ. ചെല്ലി സിദ്ധുവേട്ടാ, എന്നെ മനസ്സിലായോ? അശ്വതി സിദ്ധുവേട്ടന്റെ ജൂനിയർ ആയിരുന്നു. സോറി, ഞാൻ ആരെയും ഓർക്കുന്നില്ല. ഇറ്റ്സ് ഓക്കെ, കുറെ വർഷമായില്ലേ. അതാ. എന്നാ ഇവിടെ ജോയിൻ ചെയ്തേ? 3 weeks ago. ഓ, ആ സമയം ഞാൻ ലീവിലായിരുന്നു. എന്നാ ലീവ് കഴിഞ്ഞ് വന്നേ. അപ്പയാ സിദ്ധുവേട്ടനെ കാണുന്നേ. അല്ല, സിദ്ധുവേട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? See, Ashwati, I'm not interested in unnecessary talking. So please, and I'm right now busy. Hope you understand. I'm sorry. Please carry on. എന്തായി? സാറിന് ഓർമ്മയുണ്ടോ? എവിടെ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സാറിന് ഓർമ്മയൊന്നുമില്ല. സാരമില്ല, ഇനി നമുക്ക് ഓർമ്മപ്പെടുത്താലോ. എന്നിട്ട് സാർ എന്താ പറഞ്ഞു? സാറ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. സാറ് ബിസിയാ, അപ്പം ഞാനിങ്ങോട്ട് പോന്നു. ഒന്നും പറഞ്ഞില്ല? സാറ് വീട്ടുകാരെ പറ്റി ചോദിച്ചോ? മാരേജ് കഴിഞ്ഞോ ഇല്ലേ എന്നൊക്കെ? ഇല്ല, അതേപറ്റിയൊന്നും സാർ പറഞ്ഞില്ല. സാറ് ബിസി ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് പോന്നു. ഇനിയൊരു അവസരം വരുമ്പോൾ നമുക്ക് ചോദിക്കാം. ഇതെന്താ ഇതിൽ കാണിച്ചു കൂട്ടിയേക്കുന്നേ? ആരുടെ പേപ്പറാ? ചാരുലത. ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. ഗുഡ് മോർണിംഗ് ഓൾ. സോ ഇന്നലെ നടത്തിയ ടെസ്റ്റ് പേപ്പർ വേണ്ട നിങ്ങൾക്ക്? ആദ്യം തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലപോലെ സ്കോർ ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ ഈവൻ ഒരു ടെസ്റ്റ് പേപ്പർ പോലും പാസ്സാവാൻ കഴിയാത്തവരും ഉണ്ട്. സോ അവർക്കതിന് പ്രത്യേക ഒരു സമ്മാനം ഞാൻ കൊടുക്കുന്നുണ്ട്. എനിവേ, ആൻസർ ഷീറ്റ് തരാം. പാർവതി കൃഷ്ണ, സോ എല്ലാവരുടെ പേപ്പേഴ്സും കിട്ടിയില്ലേ? ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? പാറു, എന്റേത് കിട്ടിയില്ല. നിന്റേത് കിട്ടിയില്ലേ? എന്നാ സാറോട് പറ. അതിന് സാറ് കയ്യിൽ ഇനി പേപ്പേഴ്സ് ഒന്നും കാണുന്നില്ലല്ലോ. നീ എന്തായാലും സാറോട് പറ. സ്റ്റാഫ് റൂമിലെങ്ങാനും മറന്നു വെച്ചതാവോ? സാർ, എനിക്ക് എന്റെ ആൻസർ ഷീറ്റ് കിട്ടിയിട്ടില്ല. ഇങ്ങേരെന്തിനാ അതിനിങ്ങനെ നോക്കുന്നേ? ഓ, അപ്പോ ചാരുലതൊക്കെ മാത്രമേ കിട്ടാത്തതുള്ളൂ അല്ലേ? എന്നാ ക്ലാസ് കഴിഞ്ഞിട്ട് സ്റ്റാഫ് റൂമിലിട്ട് വാ, തരാം. ചാരുലത, ആൻസർ ഷീറ്റ് വേണ്ടേ? എൻ്റെ കൂടെ സ്റ്റാഫ് റൂമിലോട്ട് വാ.
ഞാനേ ആ കാടിന്റെ അടുത്തൊന്ന് പോയിട്ട് വരാം. നീ വരുന്നോടി? ഓ ഞാനില്ലടി, നീ പോയിട്ട് വാ. ആ കാലമാടൻ അവിടെ കാണുവോ? ഓ അവിടെ തന്നെ ഉണ്ട്. സർ, ഓ താൻ വന്നോ? ഏതാ തൻ്റെ ആൻസർ ഷീറ്റ്? നോക്കിയോ? താൻ എന്താ അതിൽ എഴുതി വെച്ചേക്കുന്നേ? താൻ എന്തിനാ ഇവിടേക്ക് വരുന്നേ? പഠിക്കാൻ തന്നെയാണോ? ജിത്തുവിനെ ഒന്ന് കാണുന്നുണ്ട് ഞാൻ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം. എന്റെ ഈശ്വര, അച്ഛനോട് നീ എന്തൊക്കെ പോയി പറയുവോ എന്തോ. ഇങ്ങനെ ആയാ നീ എങ്ങനെയാടി പാസ്സാവുന്നേ? ഏതായാലും ഈ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഒരു 50 തവണ എഴുതിയിട്ട് എന്നെ കാണിച്ചിട്ട് നീ ക്ലാസ് കയറിയാൽ മതി. മനസ്സിലായോ? ഓ മനസ്സിലായി. എന്നാ ശരി, ഇപ്പൊ പൊക്കോ. മോളെ, എന്താ ഇത്? നീ ഇപ്പൊ പഠിത്തത്തില് തീരെ ശ്രദ്ധിക്കുന്നില്ലേ? ഓ ആ കാലമാടൻ അപ്പോഴേക്ക് അച്ഛനോടെല്ലാം പറഞ്ഞു. എന്താ ചാരു ഇത്? നീ എന്തൊന്നും മിണ്ടാത്തേ? എന്നോട് ചിത്തു എല്ലാം പറഞ്ഞു. അവൻ നടത്തിയ ടെസ്റ്റ് പേപ്പറിൽ നീ പാസ് പോലും ആയില്ലേ? നീ എന്താ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. സോറി അച്ഛാ, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിക്കണം. എന്തായാലും നിനക്ക് ഞാൻ സ്പെഷ്യൽ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് സിദ്ധുവിനോട്. അവനെന്നും ഇനി ക്ലാസ് കഴിഞ്ഞാൽ നിനക്ക് സ്പെഷ്യൽ ക്ലാസ് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈശ്വര, ആ 6 പോറന്റെ ക്ലാസ് കോളേജിലെ സഹിക്കാൻ വയ്യ, ഇനി വന്നിട്ട് വീട്ടിലും സഹിക്കണോ? എന്തൊരു കഷ്ടമായത്. എന്താ മോളെ, നിനക്ക് സന്തോഷായില്ലേ? ഇനി എന്തുണ്ടെങ്കിലും നിനക്ക് സിദ്ധുവിനോട് ചോദിച്ച് പഠിക്കാലോ. അച്ഛാ അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാനിനി മര്യാദക്ക് പഠിച്ചോളാം. എന്തിനാ വെറുതെ സിദ്ധു അങ്കിളിനെ ബുദ്ധിമുട്ടിക്കുന്നേ? ഏയ്, അവനൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഈ കാര്യം പറയുമ്പോ തന്നെ അവന് പറയായിരുന്നല്ലോ. അതുകൊണ്ട് അതോർത്തൊന്നും എന്റെ മോൾ ടെൻഷൻ ആവണ്ട. മര്യാദക്ക് പഠിച്ചാ മതി, കേട്ടല്ലോ? ഇനി അടുത്ത മെയിൻ എക്സാമിന് നിന്റെ മാർക്ക് ഞാൻ നോക്കട്ടെ. എന്നാലും അത് വേണ്ട അച്ഛാ. ഒരെന്നാലും ഇല്ല. ദേ, ഇന്ന് തൊട്ട് തന്നെ നിനക്ക് ക്ലാസ് എടുക്കാന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. നീ ഭക്ഷണം കഴിച്ചിട്ട് അവന്റെ റൂമിലോട്ട് ചെല്ല്, കേട്ടോ? ഇന്ന് തൊട്ടാ? ഈശ്വര, എന്നോട് ഈ ചതി വേണ്ടിയിരുന്നില്ല. ഇനി ആ കാലമാടൻ എന്നെ കൊല്ല ചെയ്യും, അതെനിക്ക് ഉറപ്പാ. സിദ്ധു അങ്കിൾ, എന്താ അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ടേക്ക് പോര്. എവിടെ ഇരിക്ക്. നിന്റെ അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രാ ഇങ്ങനൊരു സ്പെഷ്യൽ ക്ലാസ്. എനിവേ, നിന്റെ മറ്റു പേപ്പേഴ്സൊക്കെ ഞാൻ നോക്കി. സോ എൻ്റെ വിഷയം മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും ഞാൻ നിനക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ഈശ്വര, അതുണ്ടോ? അതൊക്കെ എന്തിനാ ഇങ്ങനെ പഠിപ്പിക്കുന്നേ? പിന്നെ നിനക്ക് ഞാനൊരു ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. സോ അത് നീ എന്തായാലും അതുപോലെ തന്നെ ചെയ്യണം. ഇനി തൊട്ട് നേരത്തെ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച ഉടനെ നീ എൻ്റെ അടുത്തോട്ട് വരണം. സോ അപ്പോൾ തൊട്ട് സ്റ്റഡി ടൈമാണ്. കൃത്യം 10 മണിക്ക് ക്ലാസ് കഴിയും. ക്ലാസ് കഴിഞ്ഞ ഉടനെ നീ പോയി കിടന്നുറങ്ങണം. ഫോണിൽ കളിച്ചിരിക്കരുത്. കാരണം രാവിലെ 5 മണിക്ക് നീ എഴുന്നേക്കണം. 5 മണി തൊട്ട് 6:30 വരെ വീണ്ടും നിനക്ക് സ്റ്റഡി ടൈമാണ്. സോ നേരത്തെ നിനക്ക് ഉറങ്ങിയാലേ നേരത്തെ എണീക്കാൻ പറ്റൂ. മനസ്സിലായോ? ഓ, എന്നെ അവിടെ കൊല്ലും. ഇനി രാവിലെയും ഇങ്ങനെ കോമയിൽ നിന്ന് എഴുന്നേക്കണ്ടായിരുന്നു. ശരി, എന്നാ നിന്റെ ബുക്ക് എടുക്ക്. ചാരു, ഇത്ര പെട്ടെന്ന് നിനക്ക് ഉറക്കം വന്നോ? അത് സോറി അങ്കിൾ. ശരി, നീ ആദ്യം കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്ക്. സ്റ്റഡീസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും.
എന്നത്തേക്കിനി ഇത് മതി. നിനക്കിനി ഇമ്പോസിഷനിൽ എഴുതാന് എഴുത്. ആൻസറൊക്കെ അറിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കൂ. ഓ എന്റെ പൊന്നോ, ഇന്നെന്താ പതിവില്ലാതെ നേരത്തെ ഉറക്കം വരുന്നേ. മതി, ബാക്കി ഇനി നാളെ എഴുതാം. എന്താ ശരിക്കും നാളെ എഴുതിയാ മതിയോ? ആ മതി, ഇപ്പൊ നീ ചെന്ന് ഉറങ്ങ്. നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കാനുള്ളതാ. സിദ്ധു അങ്കിൾ, ഞാനൊരു കാര്യം പറയട്ടെ. നാളെ ഹോളിഡേ അല്ലേ? മാത്രമല്ല ഞാനും പാർവതി നാളെ പുറത്തൊക്കെ പോവാന്ന് വിചാരിച്ചതാ. പ്ലീസ് നാളെ ഒരു ദിവസത്തേക്ക് ക്ലാസ് വേണ്ടെന്ന് വെച്ചൂടെ? എന്താ ചാരു ഇത്? ഇന്ന് തൊട്ടല്ലേ നിനക്ക് സ്പെഷ്യൽ ക്ലാസ് തുടങ്ങി, എന്നിട്ട് നാളെ നിനക്ക് വേണ്ടെന്നോ? അതൊന്നും പറ്റില്ല. പ്ലീസ് നാളെ ഒരു ദിവസത്തേക്ക് മാത്രം പ്ലീസ്. ഓക്കെ, പക്ഷെ നാളെ ക്ലാസ് ഒന്നും വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. നീ കറങ്ങാൻ പോയിക്കോ. നിന്റെ കറക്കൊക്കെ കഴിഞ്ഞ് വന്ന ഈവനിങ് 6 മണി തൊട്ട് 10 മണി വരെ നിനക്ക് ക്ലാസ് ഉണ്ടാവും. ഓക്കെ, അതെനിക്ക് പ്രശ്നമല്ല. പക്ഷെ നാളെ രാവിലെ ക്ലാസ് ഉണ്ടാവില്ലല്ലോ? ഇല്ല, നാളെ രാവിലെയും കൂടി നീ സുഖമായിട്ട് ഉറങ്ങും. ശരിക്കും ശരിക്കും നാളെ രാവിലെ ക്ലാസ് ഇല്ലല്ലോ? ഓ എനിക്ക് വയ്യ. താങ്ക് യു അങ്കിൾ, താങ്ക് യു സോ മച്ച്. എന്താ സത്യമാണോ നീ പറയുന്നത്? സിദ്ധു സാർ നിനക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നുണ്ടോ? അതേടി, സത്യം തന്നെയാ. എന്ത് ചെയ്യാനാ, അച്ഛന്റെ പണിയാ. അതിനെന്താടി, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു കണക്കിന് അത് നല്ലതല്ലേ? നീ ഏതായാലും ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പൊ പിന്നെ നിന്റെ അച്ഛന്റെ കെയർ ഓഫില് ഫ്രീ ആയിട്ടൊരു സ്പെഷ്യൽ ക്ലാസ് കിട്ടുന്നത് നല്ലതല്ലേ? ഓ എന്തോന്നു നല്ലത്, നിനക്കറിയാവുന്നതല്ലേ. അങ്ങേറ്റ ക്ലാസ് കേട്ടാൽ തന്നെ ഉറക്കം വരും. അതൊന്നും സാരമില്ലടി, കേട്ട് കേട്ട് റെഡി ആയിക്കോളും. അങ്ങേര് എപ്പോഴും ക്ലാസ് എടുക്കുന്നതുകൊണ്ടാ നമുക്ക് ബോറായി തോന്നുന്നേ. ഇടക്കൊക്കെ ഒന്ന് മിങ്കിളായ ആ പ്രശ്നം ഉണ്ടാവാറില്ല. അതുകൊണ്ട് നീ അങ്ങോട്ടൊന്ന് മിങ്കിളാവാൻ നോക്ക്. നീ തന്നെയല്ലേ പറയാറ് നിങ്ങൾ പരസ്പരം ആരും കാണാറില്ലെന്ന്. ഇപ്പൊ എന്തായാലും അതിനൊരു അവസരം ഉണ്ടായില്ലേ? നീ സാറിനോടൊന്ന് കൂട്ടാവ്, അപ്പൊ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഓ പിന്നെ ബെസ്റ്റ് ആളാ അത്. അച്ഛനോട് പോലും അങ്ങേരുടെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് സംസാരിക്കുന്നത്. ആ ഞാനാ ഇനി അങ്ങോട്ട് കയറി സംസാരിക്കുന്നത്. ഒന്ന് പോയേടി. അങ്ങേരെ പറഞ്ഞിട്ട് കാര്യമില്ലടി. ആൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, അതായിരിക്കും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നീ വേണമെങ്കിൽ ശ്രമിച്ചു നോക്ക്. ചാരു എണീക്ക്. മതി ഉറങ്ങിയേ, എണീക്കാൻ. ഇങ്ങോട്ട് എണീക്ക്. എന്തൊരു ശല്യായത്. എടി എനിക്കിനി വയ്യ, മടുത്തു അങ്ങേരെ. എന്താ ഞാൻ ചെയ്യാ? എന്താടി, എന്ത് പറ്റിയെന്നോ? നിനക്കറിയാവുന്നതല്ലേ, അങ്ങേരെ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്യുക. രാത്രി 7 തൊട്ട് 10 മണി വരെ സ്റ്റഡീസ്, അത് കഴിഞ്ഞ് വീണ്ടും രാവിലെ 4:45 വന്നാണ് ഉറക്കം, എന്നിട്ട് 6 വരെ സ്റ്റഡീസ്. 24 മണിക്കൂറും പഠിത്തം. എനിക്ക് മടുത്തടി, എനിക്ക് വയ്യ. എത്ര ദിവസമായി ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ടെന്നറിയോ? സുഖമായിട്ടൊന്നും ഉറങ്ങാൻ പോലും അങ്ങനെ സമ്മതിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഈ സ്പെഷ്യൽ ക്ലാസ് നിർത്തിച്ചേ പറ്റൂ, എനിക്കിനിയും വയ്യ.
എന്നാ നീ നിന്റെ അച്ഛനോട് പറയൂ സ്പെഷ്യൽ ക്ലാസ് വേണ്ടാന്ന്. അതൊന്നും നടക്കില്ലടി. അടുത്ത എക്സാം കഴിയാതെ അച്ഛൻ സ്പെഷ്യൽ ക്ലാസ് വേണ്ടെന്ന് പറയില്ല, അത് ഉറപ്പാ. വേറെ വല്ല വഴിയും കണ്ടുപിടിച്ചേ പറ്റൂ. നീ പറ, എന്തെങ്കിലും ഒരു വഴി. ഇതിനിപ്പോ ഞാനെന്ത് പറയാനാടി? ഒരൊറ്റ വഴിയേ ഉള്ളൂ. സാർ ചേഞ്ച് ആവണം, എങ്കിലേ നിന്റെ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. നീ എന്താ പറഞ്ഞു വരുന്നേ? എടി, സാറിന്റെ ഈ സ്വഭാവം മാറിയാലേ നിനക്കിനി രക്ഷയുള്ളൂ. അതായത് നിനക്കറിയാലോ സാർ ഒരു മുരടനാണെന്ന്. അതെന്തുകൊണ്ടാ? അങ്ങേരുടെ ലൈഫിൽ ഒരാളില്ല, അങ്ങേരെ ഒറ്റക്ക. സാറിന് തോന്നിക്കാണും എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം. സാറെ സംബന്ധിച്ച് ആർക്കു വേണ്ടിയാ ജീവിക്കുന്നേ? സാറ് ഏതോ ഒരു ഹാലിൽ ഇങ്ങനെ പോവാണ്. അതുകൊണ്ടാണ് ഈ ഒരു മുരട സംഭവം എന്ന് എനിക്ക് തോന്നുന്നത്. നിന്റെ അച്ഛനല്ലേ പറഞ്ഞത് സിദ്ധു സാർ നല്ല ടോക്കറ്റീവ് ആയിട്ടുള്ള ആളായിരുന്നു. സോ സാറെ ലൈഫിലോട്ട് അതുപോലെ ഹാപ്പിനെസ് കൊണ്ടുവരുന്ന ഒരാൾ വന്നാലേ സാറിന്റെ ഈ മുരട സ്വഭാവം മാറത്തുള്ളൂ. അതായത് സാറെ നമ്മൾ കല്യാണം കഴിപ്പിക്കണം എന്നാണോ? കല്യാണം കഴിപ്പിക്കണം എന്നല്ല, സാറെ മനസ്സിലാക്കാൻ പറ്റുന്ന, സ്നേഹിക്കാൻ പറ്റുന്ന, സാറിനൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാള് ജീവിതത്തിലോട്ട് വരണം, എങ്കിലേ ഒരു ചേഞ്ച് ഉണ്ടാവത്തുള്ളൂ. ഓ അങ്ങനെ ഇപ്പൊ ഒരാളെങ്ങനെയാ നമുക്ക് കിട്ടുക? എനിക്കറിയില്ല. സാറെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാള് തന്നെ വേണം വരാന്, എങ്കിലേ സാറ് സ്വഭാവം ചേഞ്ച് ആവുള്ളൂ. അങ്ങനെ ഇപ്പൊ ഒരാൾ ആരാ ഈശ്വര? ഹാ എടി, നമ്മൾ അശ്വതി മിസ്സിന് സാറെ ഇഷ്ടമാണെന്നൊക്കെ ഒരു റൂമർ കേട്ടു. അങ്ങനെയെങ്കിൽ നമുക്ക് അവര് സെറ്റാക്കിയാലോ? മിസ്സിന്റെ സീനിയർ ആയിരുന്നു സിദ്ധു അങ്കിള്. ആ വഴിയൊന്ന് നോക്കിയാലോ? ഏയ് അതൊന്നും വേണ്ട. സാറിന് അതൊന്നും സെറ്റ് ആവില്ല, അത് ഉറപ്പാ. അവരെയൊന്നും കണ്ട മൈൻഡ് പോലും ചെയ്യാറില്ല. പിന്നെ നമ്മളിതിൽ ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച പിന്നെ അത് നമുക്ക് പണിയാവും. വേറെ വല്ല വഴിയും നോക്കാം. വേറെന്താ വഴി? എനിക്കൊരു വഴിയും കാണുന്നില്ല, നീ തന്നെ പറ. എനിക്കൊന്നും കിട്ടുന്നൊന്നുമില്ല. ഇനി എന്ത് വേണമെങ്കിലും ആദ്യം നമുക്ക് സാറിന്റെ പാസ്റ്റ് അറിയണം, എങ്കിലേ കാര്യമുള്ളൂ. നീ അതെങ്ങനെങ്കിലും അറിയാൻ നോക്ക്. നിന്റെ അച്ഛനോട് ചോദിച്ചാൽ മതിയല്ലോ. ഏയ് അച്ഛനോട് ചോദിക്കണ്ട. അതെന്താ? അച്ഛൻ പറയില്ലേ? അതുകൊണ്ടല്ല, നീ പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ആലോചിച്ചേ. എന്റെ മനസ്സിലൊരു വഴി തോന്നുന്നുണ്ട്. എന്താടി? അതൊക്കെയുണ്ട്, വാ പറയാം. അപ്പോ അങ്ങനെ തന്നെ ചെയ്യാം അല്ലേ? എന്നാ ശരി മീനു, ഞാൻ എന്റെ മിഷൻ തുടങ്ങട്ടെ. ബൈ. ഈശ്വര കാത്തോളണേ, എന്റെ മിഷൻ ജയിക്കണേ. കോള് പോകുന്നുണ്ട്. ഇതാരാ? അറിയാത്ത നമ്പറാണല്ലോ. ഹലോ 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 ഹലോ, ഇതാരാണ് സംസാരിക്കുന്നേ? ഒന്നും പറയാനില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചേ? ഇങ്ങനെ ചൂടാവല്ല മാഷെ, ഞാൻ മാഷിനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതല്ലേ. ആരാ? മനസ്സിലായില്ല. ഞാൻ ആരാണെന്ന് ചോദിച്ചാ മാഷിനെ ഒരുപാട് അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാ. ആണോ? എന്നാ എനിക്ക് എന്നെ ആരും അടുത്തറിയുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തൽക്കാലം മോള് ഫോൺ വെച്ചിട്ട് പോയേ. അയ്യോ അങ്ങനെ പറയരുത്, സാറോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ, പ്ലീസ്. ദേ കുട്ടി, താൻ വിചാരിച്ച ഒരാളല്ല ഞാൻ. ഇമാതിരി പഞ്ചാര വർത്താനം പറയാൻ എന്നെ കിട്ടുന്നു താൻ പ്രതീക്ഷിക്കണ്ട. നീ മേലാൽ ഈ ഫോണിലോട്ട് വിളിച്ചു പോകരുത്. അയ്യോ വെക്കല്ലേ. തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഇഡിയറ്റ്. ഹലോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഷോ കട്ടായോ? അങ്ങനെ ഒരു കോളിലൊന്നും നിങ്ങളെ വീഴ്ത്താൻ പറ്റില്ലെന്ന് എനിക്കറിയാം. സമയമുണ്ടല്ലോ, ശരിയാക്കിക്കോളാം. എന്നാലും അങ്ങേരുടെ അടുത്ത് പോവാം. ഓ, ഇതാ മറ്റവളാണല്ലോ. എടുക്കണ്ട, ശല്യം.
അങ്കിൾ അങ്കിൾ എന്താ ഫോൺ എടുക്കാത്തെ? കൊറേ നേരമായല്ലോ. അതത്ര അർജന്റ് കോളൊന്നുമല്ല. നീ ഇപ്പൊ സ്റ്റഡീസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ ഫോൺ ഇങ്ങനെ റിങ് ചെയ്തിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അങ്കിൾ അത് അറ്റൻഡ് ചെയ്യേ. നിന്നോട് അതിന്റെ ആവശ്യമില്ലെന്നല്ലേ പറഞ്ഞേ. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടണ്ട. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടണ്ട. കോലമോടെ ശരിയാക്കി തരാടാ. അയ്യോ, എന്താ അങ്കിളത്? കൊറേ നേരമായല്ലോ. അങ്കിളോട്ട് ഫോൺ എടുക്കുന്നില്ല. എനിക്ക് പറ്റുന്നില്ല. ഇന്നത്തേക്ക് ഇത് മതി. അങ്കിൾ അതെടുത്ത് ആരാന്ന് വെച്ചാൽ സംസാരിച്ചിട്ടൊക്കെ ഇനി നാളെ ക്ലാസ് എടുക്കാം. ഞാൻ പോവാ, എനിക്ക് ഉറക്കം വരുന്നു. ഹലോ ഹലോ, ചൂടാവല്ലേ. എനിക്കറിയാം ഞാൻ നിങ്ങളെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തെന്ന്. എന്ത് ചെയ്യാനാ, എനിക്ക് നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ അത്ര കൊതിയായിട്ടല്ലേ. നിന്റെ കൊതി ഞാൻ തീർത്തു തരുന്നുണ്ട്. പറയടി, നീ കോളേജിലെ വല്ല കുട്ടിയാണോ? അങ്ങനെങ്കിൽ എങ്ങനെയായാലും നിന്നെ കണ്ടുപിടിച്ച് നിന്റെ പാരന്റ്സിനോട് ഈ വിവരം പറഞ്ഞിട്ട് തന്നെ കാര്യം. അത്രയൊക്കെ വേണോ എന്റെ മാഷേ? ഞാനൊരു പാവല്ലേ. നിങ്ങളോട് സംസാരിക്കാന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ വിളിക്കുന്നത്. നിന്നോട് സംസാരിക്കാൻ എനിക്കൊരു താല്പര്യമില്ലാന്ന് നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ എന്തിനിങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തണേ? മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോന്ന് ഇറങ്ങിക്കോളും. ഞാൻ വിളിച്ചത് സിദ്ധുവിന് അത്രക്ക് ബുദ്ധിമുട്ടായോ? അതെ, ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടായി. ദയവ് ചെയ്ത് എന്നെ ഇനി വിളിക്കരുത്. അതെങ്ങനെ ശരിയാവും? എനിക്കിനി തൊട്ട് സിദ്ധുവിനെ വിളിക്കാതിരിക്കാൻ പറ്റില്ല. ആക്ച്വലി എന്താണ് നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം എന്താന്നൊക്കെ ഞാൻ സിദ്ധുവിനോട് പറയാം. ഇന്നേതായാലും സിദ്ധു കിടന്നോ, ഞാൻ നാളെ വിളിക്കാവേ. ഗുഡ് നൈറ്റ്. ശല്യം, ഇവളേതാ? നീ നാളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ, ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. ഇന്നത്തേക്ക് ഇത്രയും മതി, ബാക്കി ഞാൻ വഴിയേ തരാം. ചാരു, നീ എന്തിനാ ക്ലാസ് ടൈമിലൊക്കെ ഇങ്ങനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ? ചുമ്മാ ഒരു രസം. അങ്ങേരിങ്ങനെ വട്ട് പിടിക്കുന്ന കാണാൻ നല്ല രസമുണ്ട് അല്ലേ? അവസാനം നിനക്ക് വട്ട് പിടിക്കാഞ്ഞാ മതി. ഇതിന്റെ പിന്നിൽ നീയാണെന്നെങ്ങനെ സാർ അറിഞ്ഞ? ഏയ്, അതത്ര പെട്ടെന്നൊന്നും അറിയില്ല മോളെ. എന്നാ നിനക്ക് കൊള്ളാം. പറയടി, നീ ആരാ? കുറച്ച് ദിവസമായാലോ എന്നെ ഇട്ട് വട്ട് പിടിപ്പിക്കുന്നു. നിനക്കെന്നെ ശരിക്കറിയില്ല. പറ, നീ ആരാ? നിനക്കെന്താ വേണ്ടേ? എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിരുന്നാ മതി. അതെന്തിനാന്ന്? എന്താ നിന്റെ ഉദ്ദേശം? ചെറിയ ദുരുദ്ദേശം തന്നെ കൂട്ടിക്കോ. ആണോ? എന്നാ നിന്റെ ഒരു ഉദ്ദേശവും ഇവിടെ നടക്കില്ല. ഇതാള് വേറെയോ? അതെനിക്ക് നല്ല പോലെ അറിയാം. അറിയാലോ? എന്നാ എന്റെ പൊന്നുമോള് ഇനി മേലാക്ക് ഇതിലോട്ട് വിളിക്കരുത്. അങ്ങനെയാണോ? എന്നാ ഓക്കെ, ഞാനിനി വിളിക്കത്തില്ല. പക്ഷെ അതിനു മുന്നേ എന്നെ ഒന്ന് പരിചയപ്പെടുക. എന്റെ പേര് മീര. മീര? അതെ, മീര തന്നെയാ. പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച മീരയല്ല. എനിക്കറിയാം, ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലേ? നിങ്ങളെ നല്ലതുപോലെ അറിയുന്ന ഒരാൾ തന്നെയാ ഞാൻ. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യവും മാനസികാവസ്ഥയും എല്ലാം എനിക്കറിയാം. എല്ലാം അറിഞ്ഞതുകൊണ്ടാ നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ അറിയാനും കേൾക്കാനും എനിക്കൊരാഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. പിന്നെ ആദ്യമൊക്കെ ഞാൻ ചുമ്മാ തമാശക്ക് അങ്ങനെ കാണിച്ചതാ.
നിങ്ങളെ ഒന്ന് ചൂട് പിടിപ്പിക്കാൻ, അത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്കത് ഇത്ര ബുദ്ധിമുട്ടാവുമെന്ന് ഞാൻ സീരിയസ്ലി വിചാരിച്ചില്ല. ഐ എം റിയലി സോറി. എന്ന് വെച്ച് ഞാനിനി നിങ്ങളെ വിളിക്കില്ല എന്നൊന്നും പറയില്ല. ഞാൻ നാളെ കൂടെ വിളിക്കും. എനിക്ക് നിങ്ങളുടെ മീര എന്ന കാമുകി ആവാനല്ല താല്പര്യം, മീര എന്ന ഫ്രണ്ട് ആവാനാ. നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാനും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാനും കേൾക്കാനും എനിക്ക് വലിയ ഇഷ്ടമാണ്. സോ നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ടായിക്കൂടെ? അത് ഇപ്പം പറയണ്ട, നാളെ ഞാൻ വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൾ എടുത്തോ, ഇല്ലെങ്കിൽ എടുക്കണ്ട. നിങ്ങൾ എടുത്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ വിളിക്കില്ല. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ശരിക്കും അവൾ ആരാ? എൻ്റെ മീരയെ പറ്റി വരെ അറിയാലോ. അങ്ങനെയെങ്കിൽ എന്നെ അടുത്തറിയാവുന്ന ആൾ തന്നെയാ. ആരായിരിക്കും? ഇന്നത്തേക്ക് ഇത്ര മതി. ഇനി മെല്ലെ മെല്ലെ അങ്ങേരുടെ പാസ്റ്റ് അറിയണം. എടുക്കുന്നില്ലല്ലോ, ഒന്നുകൂടെ വിളിക്കാം. എന്താ എടുക്കാതെ? ഇനി അങ്ങേർക്ക് എൻ്റെ ഫ്രണ്ട് ആവാൻ താല്പര്യമില്ലേ? ഷോ, തിരിച്ചടിക്കൂ നോക്കും. ഇനി വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഈ മിഷനും ഫെയിൽ. അവളായിരുന്നു. തിരിച്ചു വിളിക്കണം, വിളിച്ചു നോക്കാം. The subscriber is currently switched off. Please try after some time. ഇങ്ങേരിത് കുറെ നേരമല്ലോ ഫോണും പിടിച്ച്. ആരാ വിളിക്കാനുള്ളേ? ഇനി ഞാൻ വിളിക്കുന്നതും കാത്തിരിക്കുവാണോ? ഒന്ന് വിളിച്ച് നോക്കിയാലോ? നിന്റെ നോട്ട്സൊക്കെ എഴുതി തീർന്നോ? ഇന്നത്തേക്ക് ഇത് മതി, ഇനി താൻ പൊക്കോ. അത് ശരി, അപ്പൊ ഇത് അത് തന്നെ. എന്റെ കോളും വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. ഇനി അവളെ വിളിക്കില്ലേ? തിരിച്ചു വിളിക്കണം. അതേ വിളിക്കണം. ഹോ, ഭാഗ്യം. ഞാൻ വിചാരിച്ചു ഇനി എന്റെ കോള് കണ്ടാൽ എടുക്കില്ലാന്ന്. അത് ശരിയാ, ഞാൻ കോൾ എടുക്കാൻ വിചാരിച്ചതൊന്നുമല്ല. അങ്ങനെയാണോ? എന്നാ സോറി, ഞാൻ വെക്കുവാ. നീ എവിടെയായിരുന്നു? എത്ര ദിവസം നിന്റെ കോളൊന്നും കണ്ടില്ല. ഞാനിവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എവിടെ പോവാനാ? പിന്നെ അന്ന് ഞാൻ വിളിച്ചപ്പോ സിദ്ധു കോൾ എടുത്തില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു സിദ്ധുവിന് താല്പര്യം കാണില്ലെന്ന്. സോ നിങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. പിന്നെന്തിനാ ഇപ്പൊ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വിളിച്ചേ? അതിന് ഇപ്പൊ സിദ്ധുവിന് ബുദ്ധിമുട്ടായില്ലെന്ന് എനിക്കറിയാലോ. ആയെങ്കിൽ എന്റെ കോള് കണ്ടാ എടുക്കില്ലായിരുന്നു. സോ ഫ്രണ്ട്സ്, നോക്കട്ടെ നീ ആളെങ്ങനെയാന്ന്. നമ്മളൊരു പാവമാണ് സിദ്ധു. അതെ, ഈ പാവത്താനെ എനിക്ക് മനസ്സിലായതാണല്ലോ. അതല്ല, സിദ്ധു ഫുഡൊക്കെ കഴിച്ചോ? അതൊക്കെ ഇവിടെ നേരത്തെ കഴിയും. 7:30 ആവുമ്പോക്ക് എനിക്കിവിടെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അത് ശരി, സിദ്ധു ക്ലാസ് എടുക്കുന്നുണ്ടോ? ആർക്കാ എടുക്കുന്നേ? എന്റെ ഫ്രണ്ടിന്റെ മോക്കാ, എന്റെ സ്റ്റുഡന്റ് കൂടിയാ. എന്നിട്ട് സിദ്ധുവിന്റെ വിശേഷങ്ങളൊക്കെ പറ. എനിക്കെന്ത് വിശേഷം? എന്റെ വിശേഷങ്ങളൊക്കെ നിനക്കറിയാന്നല്ലേ പറഞ്ഞേ. നീ നിന്നെ കുറിച്ച് പറ. നോ, എന്നെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസും സിദ്ധു എന്നോട് ചോദിക്കരുത്. ചോദിച്ചാലും ഞാനൊന്നും പറയില്ല. അതുപോലെ നമ്മളൊരിക്കലും കാണാനും പോകുന്നില്ല.
ഫോൺ വഴിയുള്ള ഈ സൗഹൃദം അതിങ്ങനെ നിലനിന്നാ മതി. അതെന്താ അങ്ങനെ? അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാ അതങ്ങനെയാ. ഓക്കെ, ഞാനായിട്ടൊന്നും ചോദിക്കില്ല. എനിക്കറിയാം നിന്റെ ഈ മീര എന്നുള്ള പേര് പോലും ഒരു കള്ള പേരാണെന്ന്. അത് കൊള്ളാലോ, അതും മനസ്സിലാക്കിയോ? അതിനിത്ര മനസ്സിലാക്കാൻ എന്താ? സ്വന്തം ഡീറ്റെയിൽസ് പോലും ചോദിക്കരുതെന്ന് പറഞ്ഞ നീ നിന്റെ പേര് സത്യസന്ധമായിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്നാ ഞാൻ എന്റെ ഒറിജിനൽ പേര് പറയട്ടെ? വേണ്ട, നിന്നെ പറ്റി പറയാൻ താല്പര്യമില്ലാത്ത നീ നിന്റെ പേരും എന്നോട് പറയണ്ട. എനിക്കറിയും വേണ്ട. നീ മീരയായി തന്നെ ഇരുന്നു. പാറുവേ, അങ്ങേരുടെ ക്ലാസ് ഇപ്പൊ വലിയ ബോറായിട്ടൊന്നും തോന്നില്ല അല്ലേടി? കൊഴപ്പില്ല. അങ്ങേർക്ക് നല്ല മാറ്റം വന്ന പോലെ നിനക്ക് തോന്നിയോടി? അത്ര വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നിയില്ല. എന്നിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞോ? അതൊക്കെ കഴിഞ്ഞു. ചാരു ആളെങ്ങനെയാ? അവളൊരു പക്വതയില്ലാത്തൊരു കുട്ടി. എന്താ പക്വതയില്ലാത്ത കുട്ടിയോ? ഞാനോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അവക്ക് 10-20 വയസ്സായെന്ന് കരുതി ആ ബുദ്ധിയൊന്നും അവക്കില്ല. ഇപ്പോഴും കുട്ടികളി മാറിയിട്ടില്ല, അത് തന്നെ. അതുപോട്ടെ, ആള് കാണാൻ എങ്ങനെയാ? സുന്ദരിയാണോ? ആ, സുന്ദരിയൊക്കെ തന്നെയാ. എന്റെ മീരയെ പോലെ. ഒറ്റ നോട്ടത്ത് കണ്ട അവളാണെന്നേ കരുതും. അത് ശരി, അവര് തമ്മിൽ അത്ര സാമ്യാണോ? അതേടോ, അവര് രണ്ടുപേരും ഒരുപോലെ തന്നെയാ. അപ്പോ ചാരുവിനെ കാണുമ്പോ മീരയെ ഓർമ്മ വരാറുണ്ടോ? അതിനെ ഓർക്കാൻ ഞാൻ അവളെ മറന്നിട്ടില്ലല്ലോ. അവൾ എപ്പോഴും എന്റെ കൂടെയുണ്ട്. അവളെ എന്നും ഞാൻ ഓർക്കാറുമുണ്ട്. എന്നാലും മീരയെ പോലെ ഒരാൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോ സിദ്ധുവിന് എന്താ ഫീൽ ചെയ്യാറ്? ഞാൻ കോമേന്ന് എഴുന്നേറ്റ് അവൾ ആദ്യമായിട്ട് കണ്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ എന്റെ മീര തന്നെയാന്നാ കരുതിയേ. അതിനുശേഷമൊന്നും എനിക്ക് അവളെ കാണുമ്പോൾ ആ ഫീല് തോന്നാറില്ല. അതിന് കാരണം എൻ്റെ മീരയും അവളും ഒരുപാട് വ്യത്യാസമുണ്ട്. അവളെപ്പോലെയൊന്നുമല്ല എൻ്റെ മീര. അവര് തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ഒരുപാട് വ്യത്യാസങ്ങളില്ലേ? അവര് രണ്ടുപേരും രണ്ട് വ്യക്തികളാ. അപ്പോ അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ചാരു എല്ലാവരോടും സംസാരിച്ച് തുള്ളിച്ചാടി നടക്കുന്ന ഒരു ക്യാരക്ടറാ. പക്ഷെ എൻ്റെ മീര അവൾ അങ്ങനെയല്ല. അങ്ങനെ ആരോട് സംസാരിക്കേ ഒന്നും ചെയ്യാറില്ല. എന്നിൽ മാത്രം ഒതുങ്ങിക്കൂടിയ ഒരാളായിരുന്നു. ചാരുവിനെ പോലെ മോഡേൺ ഡ്രസ്സൊന്നും അല്ലായിരുന്നു അവള് ധരിച്ചിരുന്നത്. അന്നത്തെ കാലത്തും മോഡേൺ ഡ്രസ്സൊക്കെ ഉണ്ട്. അവള് ധാവണിയൊക്കെ എടുത്ത് എന്ത് രസമായിരുന്നു എന്നറിയോ അവള് കോളേജിലോട്ട് അങ്ങനെ വരുന്ന കാണാൻ. അതുപോലെ ഒരുപാടുണ്ട് പറയാൻ. അതാ ഞാൻ പറഞ്ഞേ, കാണാൻ ഒരുപോലെ ഉണ്ടെങ്കിലും രണ്ടാളുടെ സ്വഭാവം ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എനിക്കവള് മീരയായിട്ട് പിന്നീട് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെ തോന്നേണ്ട കാര്യമില്ലല്ലോ. അവളെൻ്റെ ഫ്രണ്ടിന്റെ മകളാ, എൻ്റെ മകളെ പോലെ തന്നെ. എന്താ മീര, നീ ഒന്നും മിണ്ടാതെ? എന്നാ ശരി, ഞാൻ വെക്കുക. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ നാളെ വിളിക്കാം. ബൈ. അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു? എനിക്ക് പക്വതയില്ലാന്ന് പോലും. കുട്ടികളി കളിക്കുവാന്ന്. പിന്നെ എന്നെയും അങ്ങേറ്റ കാമുകയും വെച്ച് കമ്പയർ ചെയ്യുന്നു. എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? ഞാൻ സുന്ദരിയല്ലേ? അവളെപ്പോലെ ഞാനും ധാവണി എടുത്ത് നടന്നാലേ എന്റെ മുന്നിൽ അവള് തോറ്റുപോകും. കാണിച്ചു തരാൻ ഞാൻ. ഒന്ന് നാളെ ആവട്ടെ. ഈ ചാരു ആരാന്ന് നിങ്ങൾ അറിയാൻ പോകുന്നു. ദേടാ നോക്കിയേ, ഫസ്റ്റ് ഇയറിലെ ചാരുവല്ലേ ഇത്? അവളെന്താ ഈ ഗെറ്റപ്പില്? ഹേ ചാരു, എന്താടോ പുതിയ ലുക്കിൽ? ഈ ലുക്ക് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് നിന്നെ കാണാൻ. ചുമ്മാ എന്നെ കടയാക്കല ഋഷിയേട്ടാ. അല്ലടി, സത്യമായിട്ടും നല്ല ഭംഗിയുണ്ട്.
ചാരു, എന്താ ഇവിടെ നടക്കുന്നേ? അങ്ങേര് കുറേ നേരമായിട്ട് നിന്നെ തന്നെ നോക്കുക. സാറിന് ഇതെന്താ പറ്റിയേ? എല്ലാം ഒരു മീരമായം, അങ്ങനെ കരുതിയാ മതി. അതെന്താടി? ഒന്നുമില്ല, ഇപ്പൊ നീ ഈ ഷോ എൻജോയ് ചെയ്യ്. ഇന്നെന്താ നീ ധാവണിയൊക്കെ എടുത്ത് കോളേജിലോട്ട് വന്നേ? ചുമ്മാ കഴിഞ്ഞ ബർത്ത്ഡേക്ക് അച്ഛൻ ഗിഫ്റ്റ് തന്നതാ. ഞാനത് ഉടുത്തിട്ടില്ലായിരുന്നു. അത് കണ്ടപ്പോ ഒന്നെടുക്കാൻ തോന്നി. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാമോ സിദ്ധാങ്കിൾ? കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. തനിക്ക് മോഡേൺ ഡ്രസ്സിനേക്കാളും ഈ ടൈപ്പ് ഡ്രസ്സാ കൂടുതൽ ചേരുന്നത്. ശരിക്കും ഋഷിയേട്ടനും അങ്ങനെ തന്നെ പറഞ്ഞേ. ആരാ ഈ ഋഷി? ഋഷിയേട്ടൻ ഫൈനൽ ഇയറാ. സാറിനറിയില്ലേ? ഋഷികേഷ്. അറിയാം. നീ സീനിയേഴ്സുമായിട്ട് കൂട്ടൊക്കെ ഉണ്ടോ? വലിയ കൂട്ടൊന്നുമില്ല, പരിചയമുണ്ട്. മതി മതി സംസാരിച്ച്, ബാക്കി നോട്ട്സ് ചെയ്തു. എന്തുവള് ആ ധാവണിയൊക്കെ എടുത്തു വന്നപ്പോ ശരിക്കും എന്റെ മീര വരുന്ന പോലെ തന്നെ. അങ്കിൾ, എല്ലാം എഴുതി കഴിഞ്ഞു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അത് 2 ദിവസം ഇനി ഹോളിഡേ അല്ലേ? അതിന്? അത് ഞാൻ പാറുവിന്റെ വീട്ടിൽ പോവാ. അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. സോ ഞാൻ പൊക്കോട്ടെ? സ്പെഷ്യൽ ക്ലാസ് വേണ്ടെന്ന് വെക്കുവോ? അതൊന്നും പറ്റില്ല. എക്സാം എടുക്കാറായില്ലേ? അതൊന്നും പറ്റില്ല. പ്ലീസ് അങ്കിൾ, പ്ലീസ്, ഈ ഒരു തവണത്തേക്ക് മാത്രം മതി. പറ്റില്ല. അവൾ കുറെ ദിവസമായി എന്നെ വിളിക്കുന്നു. ഞങ്ങള് മുന്നേ പ്ലാൻ ചെയ്തതാ. ഞാൻ പൊക്കോട്ടെ പ്ലീസ്? ഓക്കെ, ഈ തവണത്തേക്ക് മാത്രം. താങ്ക് യു അങ്കിൾ, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. എന്നിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞോ? അത് കഴിഞ്ഞു. നമ്മുടെ ചാരു എന്ത് പറയുന്നു? അവളെന്ത് പറയാനാ, ഇവിടേക്കുണ്ട്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ചോദിക്കൂ. അത് സിദ്ധുവിന്റെ മീരയുടെയും ലവ് സ്റ്റോറി എന്ന് പറയോ? സിദ്ധു മീര എങ്ങനെയാ പരിചയപ്പെടുന്നത്? അത് കൊള്ളാലോ. എന്നെ പറ്റി എല്ലാം അറിയുന്ന നിനക്ക് അതറിയില്ലേ? ഇല്ലെന്നേ, അതുകൊണ്ട് സിദ്ധു തന്നെ പറ. പറയാം. അതിനു മുന്നേ ചാരുവും മീരയും എന്താ ഒരുപോലെ എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? ആ, തോന്നിയിട്ടുണ്ട്. അവര് തമ്മിൽ എന്താ അത്രയും സാമ്യം? അതിന് റീസൺ ചാരുവിന്റെ അമ്മയാണ് മീരയുടെ ചേച്ചി. എന്നാ എനിക്ക് മനസ്സിലായില്ല. അതായത് ചിത്തു കല്യാണം കഴിച്ചേക്കുന്നത് മീരയുടെ ചേച്ചിയെയാ. ഓ, അങ്ങനെ. ഈ ജിത്തു മീരയുടെ ചേച്ചിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അവളുടെ കല്യാണത്തിലെന്ന് അവൾ അടിച്ചോണ്ട് വന്നതാവൻ. അത് അവന്റെ കൂടെ ഹെൽപ്പിന് ഞാനും പോയിട്ടുണ്ടായിരുന്നു.
അപ്പോഴാ ഞാൻ എൻ്റെ മീരയെ ആദ്യമായിട്ട് കാണുന്നേ. അവളെ കണ്ടതും ഒറ്റ നോട്ടത്തിൽ ഞാനങ്ങ് ഫ്ലാറ്റായി പോയെന്ന് പറഞ്ഞാ പോരെ. ഒരു പട്ടുപാവാടയെടുത്ത് നന്ദുവിൻ്റെ കൂടെ പേടിച്ച് അവൾ വരുന്ന കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ ഇഷ്ടം തോന്നിപ്പോയി. അന്ന് കയറി കൂടിയതാ അവൾ ഈ നെഞ്ചിൽ. അന്നൊക്കെ ഞാൻ ഭയങ്കര കലിപ്പനായിരുന്നു. എല്ലാത്തിനും എനിക്ക് ദേഷ്യം. സത്യം പറഞ്ഞാൽ കോളേജിലൊരു റൗഡി. അവളെൻ്റെ ജൂനിയറായിരുന്നു. ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് നന്ദുവിൻ്റെ കൂടെ അവളെ കണ്ടതിന് ശേഷം ഞാൻ അറിഞ്ഞേ അവൾ എൻ്റെ കോളേജിലാണെന്ന്. പിന്നെ പറയണ്ടല്ലോ, എനിക്കങ്ങനെ പുറകെ നടക്കാനൊന്നും അറിയില്ല. ഞാൻ ഡയറക്റ്റായിട്ട് കാര്യം പറഞ്ഞു. അവൾക്കും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കാലമായിരുന്നു. ഞങ്ങൾ പ്രണയിച്ച്. എൻ്റെ ദേഷ്യം അവൾക്ക് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അവൾ മാത്രമായിരുന്നു എൻ്റെ കൂളസ്റ്റ് സോൺ. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഡിക്ഷനായിരുന്നു അവൾ. അവളില്ലാണ്ട് എനിക്ക് പറ്റില്ലായിരുന്നു. അതുപോലെയാ അവൾ എന്നെ കെയർ ചെയ്തതും സ്നേഹിച്ചതും. പക്ഷെ ജിത്തുവിൻ്റെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞതിന് ശേഷം എനിക്കറിയില്ല, അവക്കെന്നോട് വല്ലാത്തൊരു സ്നേഹമായിരുന്നു. ഈ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുക എന്നൊക്കെ പറയില്ലേ, എന്ന പോലെ അത് ഞാനും ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. കാരണം ആദ്യമൊക്കെ അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിലും ഒരു ഷൈനെസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം എന്താണെന്നറിയില്ല, അവൾ വല്ലാതെ മാറിപ്പോയി. എപ്പോഴും അവൾക്ക് ഞാൻ കൂടെ വേണം. എപ്പോഴും എന്താ പറയുക, എൻ്റെ കാര്യത്തിൽ പൊസസീവ്നെസ് തുടങ്ങി. എല്ലാം ഞാനും എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടേതായിട്ടുള്ള ലോകത്തിലായിരുന്നു ഞങ്ങൾ. അപ്പോഴാ അവളുടെ വീട്ടിൽ കല്യാണം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഡയറക്റ്റായിട്ട് പോയി ചോദിച്ചു. പക്ഷേ ജിത്തുവിൻ്റെ ഫ്രണ്ടാണ് ഞാനെന്ന് അറിഞ്ഞപ്പോൾ അവർ എന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തി. അവളെ പെട്ടെന്ന് കെട്ടിച്ചു വിടാനുള്ള പ്ലാനും നടത്തി. പക്ഷേ അവരുടെ ഭീഷണിയിലൊന്നും ഞാൻ പേടിച്ചില്ല. അങ്ങനെ അവളുടെ കല്യാണം ഉറപ്പിച്ചപ്പോൾ നന്ദുവിനെ എങ്ങനെയാണോ ഞങ്ങൾ ഇറക്കിയേ, അതുപോലെ ആ കല്യാണത്തലേന്ന് ഞാൻ അവളെ വിളിച്ചിറക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കാ അവർ പെട്ടെന്ന്. അന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഹോസ്പിറ്റലായി കോമയിലോട്ട് പോയി. പക്ഷേ അവളെ അവളുടെ വീട്ടുകാർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കല്യാണത്തിന് നിർബന്ധിച്ചു. ഞാൻ മരിച്ചു പോയെന്നും പറഞ്ഞു. അത് കേട്ടതും എൻ്റെ മീര, അവൾ എനിക്ക് വേണ്ടി അവളുടെ ജീവൻ തന്നെ കളഞ്ഞു. അവളിന്ന് ലോകത്തില്ല. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. കോമയിൽ നിന്ന് എണീറ്റപ്പോൾ മുമ്പിൽ ചാരുവിനെ കണ്ടതും മീരയാണെന്നാ അന്ന് ഞാൻ കരുതിയേ. അന്ന് അവിടെ ചാരുവിനെ കണ്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ആ സന്തോഷത്തിനധികം ആയുസ്സില്ലായിരുന്നു. ജിത്തു വന്നെല്ലാം പറയുമ്പോൾ തകർന്നു പോയി ഞാൻ. എൻ്റെ മീര, അവളെന്ന് ഈ ലോകത്തില്ലെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എപ്പോഴും. ഇപ്പം മനസ്സ് മൊത്തം നിർവികാരതയാ. ആർക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഇതാണ് എൻ്റെ കഥ. സിത്തുവിനിപ്പോ ഞാനില്ലേ? ശരിയെന്നാ, ഞാൻ നാളെ വിളിക്കാം. നീ എന്താ പാറു ഇതിനു മാത്രം ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ലടി, നീ ഇന്നലെ സാറെ പറ്റി പറഞ്ഞില്ലേ, അതൊക്കെ ഒന്ന് ഓർത്തു പോയതാ. ഒന്നോർത്ത പാവാലേ ആ മനുഷ്യൻ. പാവൊക്കെ തന്നെയാ. പക്ഷെ അങ്ങേറ്റൊരു സ്വഭാവം എനിക്ക് ഇഷ്ടമാവുന്നില്ല. അതെന്ത് സ്വഭാവ നിനക്ക് ഇഷ്ടപ്പെടാത്തെ? അങ്ങേർക്കിപ്പോ എപ്പോ നോക്കിയാലും മീരയെ വർണ്ണിക്കാനേ നേരമുള്ളൂ. മീര അതായിരുന്നു, മീര ഇതായിരുന്നു. എനിക്കതങ്ങ് കേൾക്കുമ്പോ ദേഷ്യം വരിക. അതിന് നിനക്കെന്തിനാടി ദേഷ്യം? അതൊന്നും എനിക്കറിഞ്ഞൂടാ. അത് കേൾക്കുമ്പോഴേ എനിക്കങ്ങ് കേറും. മാത്രല്ലേ മീരയെ എന്നെ കമ്പയർ ചെയ്ത് പറയുക. ഞാൻ പറ്റ ചെറുതാവുന്ന പോലെ. എനിക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എനിക്കെന്താ ഒരു കുറവ്? ഇപ്പൊ ശരിക്കും നിന്റെ പ്രശ്നം എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങേറ്റ മീരയെ എങ്ങനെ പൊക്കി പറയുന്നേ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് തന്നെ.
എന്നാ ഇനി തൊട്ട് നീ അങ്ങനെ വിളിക്കണ്ട, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ആ, അതൊന്നും പറ്റില്ല, എനിക്ക് വിളിക്കണം. നിനക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് ചാരു. പറ്റിയിട്ടുണ്ട് മോളെ, എനിക്കും പ്രണയിക്കാൻ തോന്നുക. അത് നല്ല ഐഡിയ, നീ പ്രണയിച്ചോ? ഋഷിയേട്ടൻ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നതും നീ ഞാൻ ഓക്കെ പറഞ്ഞു, പിന്നെ നിനക്ക് പ്രണയിച്ച് നടക്കാലോ. അയ്യേ, അയാളൊക്കെ ആർക്ക് വേണം? എടി, ഋഷിയേട്ടൻ നിന്റെ ഫ്രഷ് അല്ലായിരുന്നു? ആ, ആയിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങേരോടൊരു കോപ്പമില്ല. അതെന്താ? ആ, അതൊന്നും അറിയില്ല. എനിക്കിപ്പോ അങ്ങേരോടൊരു ക്രഷും ഇല്ല. പിന്നെ നീ ആരെ പ്രണയിക്കാനാ പോകുന്നേ? അല്ല, ഞാൻ സിത്തു അങ്കിളിനെ പ്രണയിച്ചാലോ? നിനക്കെന്താ ഭ്രാന്താണോ? അല്ലടി, ഞാൻ പറയുന്ന കേൾക്ക്. സിത്തു അങ്കിളിനെ പ്രണയിച്ചാൽ എങ്ങനെയുണ്ടാവും? എന്തിന്? അതിന്റെ ആവശ്യം എന്താ? ചുമ്മാ ഒരു രസം. ദേ ചാരു, ഇത് നീ ഫോൺ വിളിച്ച് അങ്ങനെ ഫ്രണ്ട് ആക്കിയ പോലെ ആവില്ല. ഒരാളെ ഫീലിങ്സ് വെച്ചുള്ള കളിയാ, വെറുതെ പുലിവാല് പിടിക്കല്ലേ. അങ്ങനെ പുലിവാലൊന്നും ആവില്ലടി. പിന്നെ പിന്നെ അങ്ങേർക്ക് നിന്നെ ശരിക്കും ഇഷ്ടമായ നീ എന്ത് ചെയ്യും? കല്യാണം കഴിക്കോ? നോക്കാം എവിടെ വരെ പോകുന്നു. ശരിക്കും നിന്റെ പ്രശ്നം എന്താ? അങ്ങേരുടെ മീരയേക്കാൾ മുകളിൽ ആ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ ചാരുവിനാവൂന്ന് നോക്കണ്ടേ? നീ എന്തേലും ചെയ്യും, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഞാൻ ചെയ്തോളാം മോളെ. നാളെ തൊട്ട് നീ വീട്ടിലോട്ട് വരണ്ട, ഞാൻ സിദ്ധുവങ്ങളുടെ കൂടെയാ പോകുന്നേ. അപ്പൊ ഞാനോ? അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നീ ഇനി ജിമിനേട്ടന്റെ കൂടെ പൊക്കോ. നിങ്ങളെ ഇണക്കുരുവികള് ഇനി ഒരുമിച്ച് പൊക്കോ. സന്തോഷായോ നിനക്ക്? ഒന്ന് പോടി. അങ്കിളെ, സിദ്ധങ്കിളെ, പോവല്ലേ? എന്താ എന്ത് പറ്റി ചാരു? ഞാനും കൂടെ വന്നോട്ടെ കോളേജിലോട്ട്? അതെന്താ, നീ പാർവതിയുടെ കൂടെയല്ലേ വരാറ്? അത് പാറു, അവൾ അവളുടെ ആന്റിയുടെ വീട്ടിൽ നിന്നാ വരുന്നേ. കേറു. അങ്കിൾ, ഞാനും പോന്നോട്ടെ? അവൾ ആന്റിയുടെ വീട്ടിൽ നിന്ന് വന്നില്ല. ശരി, വാ. ഇപ്പൊ ചോദിക്കണോ? ചോദിച്ചു നോക്കാം. സിദ്ധാങ്കളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക. സിദ്ധാങ്കൾ എന്താ ഇപ്പോഴും കല്യാണം കഴിക്കാത്തെ? അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പൊ 20 വർഷമായി. സിദ്ധാങ്കളുടെ മൂവ് ഓൺ ചെയ്ത് നല്ലൊരു ജീവിതം നോക്കിക്കൂടെ? അങ്കിള് എന്തൊന്നും മിണ്ടാത്തെ? നിന്റെ ഈ ചോദ്യത്തിന് എന്റെ കയ്യിൽ ആൻസർ ഇല്ല. ആൻസർ തരേണ്ട ആവശ്യവും എനിക്കില്ല. ഇതൊരു ഒഴിഞ്ഞുമാറലല്ലേ? അങ്കിളിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഒരാള് വന്ന അങ്കിളിനെ സ്വീകരിച്ചൂടെ? മതി, നിർത്ത്. ഇതേപറ്റി ഇനി ഒരു സംസാരം വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അങ്കിൾ? നമുക്കൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. മരിച്ചവര് മരിച്ചു എന്ന് വെച്ച് അവരെ ഓർത്ത് ജീവിതകാലം മുഴുവൻ ഒന്നും അല്ലാതാക്കി തീർക്കണോ? ഇറങ്ങ്. കോളേജ് എത്തിയില്ലല്ലോ. നിന്നോട് ഇറങ്ങാനല്ലേ പറഞ്ഞേ? ഇനി നീ ബസ്സും പിടിച്ച് വന്നാ മതി. കോലമാടൻ, ഞാൻ പറഞ്ഞത് പിടിച്ചില്ല. എനിക്ക് മനസ്സിലായത്. എനിക്കിപ്പോ വാശിയാ. നിങ്ങളെ കൊണ്ടേ ഞാൻ പോവും. നിങ്ങളുടെ മനസ്സിൽ മീരയല്ല, ഇനി ചാരു ആയിരിക്കും ഉണ്ടാവുക. ഞാനാ പറയുന്നത്. പക്ഷോ, ഞാൻ എങ്ങനെ ഇനി ഇവിടുന്ന് പോവാ? ബസ്സും ഇല്ല. ഓ ചാരു, എന്താടോ ബസ് മിസ്സായോ?
ഹാ അതെ ഋഷിയേട്ടാ. എന്നാ എന്റെ കൂടെ പോര്, ഞാനും കോളേജിലോട്ടല്ലേ. അത് ഋഷിയേട്ടന് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്, താൻ പാടോ. എന്നാ ഓക്കെ. ഞാൻ അങ്ങനെ ചോദിച്ചതിനാണോ എന്നെ ഇന്ന് അവിടെ ഇറക്കി വിട്ടേ? അതെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ ചോദിക്കരുത്. അതെങ്ങനെ ആവശ്യമില്ലാത്ത കാര്യാവും? ഒരാളുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യമല്ലേ ഞാൻ ചോദിച്ചേ. ചാരു, ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. നീ ഇവിടെ പഠിക്കാനാ വന്നത്, ആ നോട്ട്സ് എഴുതി തീർക്ക്. അതൊക്കെ ഞാൻ തീർത്തോളാം. ആദ്യം ഞാൻ രാവിലെ ചോദിച്ചതിനുള്ള ആൻസർ ഇതാ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ഒരാള് വന്നാ നിങ്ങൾ സ്വീകരിക്കുവോ? ഇല്ല, എന്റെ മീരയെ മറന്ന് ഞാൻ ഒരിക്കലും ഇനി ഒരു വിവാഹം കഴിക്കില്ല. അതിന് എന്നെ ഒരുപാട് മനസ്സിലാക്കുന്ന ആളാണെങ്കിലും ഒരുപാട് സ്നേഹിക്കുന്ന ആളാണെങ്കിലും ശരി, എന്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണില്ല. അതെന്തിനാ? 20 വർഷമായില്ലേ, നിങ്ങൾക്ക് മൂവും ചെയ്തൂടെ? മരിച്ചുപോയ ഒരാളെ ഓർത്തിട്ട് എന്തിനാ നിങ്ങളെ ജീവിതം ഇല്ലാണ്ടാക്കുന്നേ? നിർത്തടി, നീ ആരാ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാൻ? എന്റെ ജീവിതം ഒന്നും അല്ലാതായി തീർന്ന നിനക്കെന്താ? എനിക്ക് പ്രശ്നമുണ്ട്. നിങ്ങൾ സ്നേഹിച്ചാണ് മരിച്ചുപോയില്ലേ, പിന്നെ എന്തിനാ അവരെ ഓർത്ത് ഇങ്ങനെ ജീവിക്കുന്നേ? എന്റെ മീര നിങ്ങളുടെ മുന്നിലാ മരിച്ചത്. എന്റെ ഉള്ളില് അവൾ ഇപ്പോഴും ജീവനോടെ തന്നെയാ. ഭ്രാന്ത് പറയാതെ മനുഷ്യ, അവര് മരിച്ചുപോയി. 20 വർഷം കഴിഞ്ഞു. അക്സെപ്റ്റ് ദ റിയാലിറ്റി. നിന്റെ പ്രശ്നം എന്താ? കുറെ നേരമായല്ലോ, പറ, എന്താ നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം നിങ്ങളാ. നിങ്ങൾ ആ മീരെ ഓർത്ത് ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമാകുന്നില്ല. നീ എന്തൊക്കെ വട്ടേ ഈ പറയുന്നേ? നിന്റെ ഇഷ്ടം ഞാൻ എന്തിനാ നോക്കുന്നേ? നീ എന്റെ ആരാ? ഞാൻ നിങ്ങളുടെ ഓരോ അല്ലായിരിക്കും, പക്ഷെ നിങ്ങൾ എന്റെയാ. നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എനിക്ക് നിങ്ങളെ വേണം, എനിക്ക് ഇഷ്ടമാ. നീ എന്താ പറയുന്ന? വല്ല ബോധമുണ്ടോ ചാരു നിനക്ക്? ഞാൻ നിനക്ക് അച്ഛന്റെ സ്ഥാനത്താ. നീ എപ്പോഴാ എന്നെ അങ്ങനെ? ഞാൻ പറയുന്നത് എന്താന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. പിന്നെ നിങ്ങൾ എപ്പോഴാ എന്റെ അച്ഛനായത്? ഞാൻ പറഞ്ഞോ നിങ്ങളോട് എന്റെ മകളെ പോലെ കാണാം? ചാരു, നീ എന്തൊക്കെയാ പറയുന്നേ? മോളെ, ഇത് നിനക്ക് വെറും ഒരു അട്രാക്ഷനാ. അതൊക്കെ മാറും. നീ ഇങ്ങനെയൊന്നും ചിന്തിക്ക പോലും ചെയ്യരുത്. അതെ, ഒരാളോട് എനിക്ക് അട്രാക്ഷൻ ആണോ തോന്നുന്നത് അതോ ഇഷ്ടമാണോ തോന്നുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാ. ചാരു, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നീ ഇനി നിന്റെ റൂമിൽ പോ. ഇല്ല, ഞാൻ പോവില്ല. ഇതിനൊരു തീരുമാനമാവാതെ ഞാൻ ഇവിടെ നിന്നും പോവില്ല. ചാരു പ്ലീസ്, എന്താ നിനക്ക് എന്നെ മനസ്സിലാവാത്തേ? എനിക്കൊരിക്കലും നിന്നെ അങ്ങനെ കാണാൻ പറ്റില്ല. നിന്നെ എന്നല്ല, ഒരാളെയും. എനിക്ക് എന്റെ മീര. മീര മീര മീര, ഇനി നിങ്ങൾ അവരുടെ പേര് പോലും പറയരുത്. എപ്പോ നോക്കിയാലും മീര. അവര് മരിച്ചു പോയില്ലേ? നിർത്തടി, നീ ആരെയും പറയുന്നറിയോ? അവളുമായി നിനക്ക് എന്താ ബന്ധം എന്നറിയോ? അറിയാം എനിക്ക്. എന്റെ അമ്മയുടെ അനിയത്തി അല്ലേ? ഒരു കാലത്ത് അവര് നിങ്ങളെ കാമുകയായിരുന്നു, പക്ഷെ ഇപ്പൊ അവരില്ല. ഇപ്പൊ എനിക്ക് നിങ്ങളെ വേണം. എന്നെ നോക്ക് നിങ്ങള്. എന്താ എന്നെ സ്നേഹിച്ച? നിങ്ങളെ പറ്റി എല്ലാം എനിക്കറിയാം. എന്നെ നോക്ക്, നിങ്ങളുടെ മീരയെ പോലെ തന്നെയല്ലേ ഞാൻ? പിന്നെന്താ എന്നെ നിങ്ങൾക്ക് സ്നേഹിച്ച? നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? നീ ഇപ്പൊ ചെല്ല, നമുക്കിത് പിന്നെ സംസാരിക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ പോവാ. എന്ന് വെച്ച് നിങ്ങൾക്ക് എന്റെ മനസ്സ് മാറ്റാൻ പറ്റുന്ന നിങ്ങൾ ശ്രമിക്കണ്ട. നിങ്ങളുടെ മനസ്സ് ഞാൻ മാറ്റിയെടുക്കും. ജിത്തു,
എനിക്ക് ഉടനെ തന്നെ ഒരു വീട് വേണം. വീടോ? ആർക്കാടാ? എനിക്ക് താമസിക്കാൻ. അല്ലാതെ ആർക്കാ? അതെന്തിനാ? നിനക്ക് എൻ്റെ കൂടെ താമസിച്ചൂടെ? അത് വേണ്ടടാ. എത്ര ദിവസം എന്ന് വെച്ചാ ഞാനിവിടെ താമസിക്കുക? എനിക്കൊരു വാടക വീട് കിട്ടിയാലും മതി. നമ്മുടെ ഈ വീടുണ്ടല്ലോ, അത് വാടക കൊടുക്കുന്നുണ്ടോ? അത് വാടക വീടൊന്നുമല്ല, നിന്റെ വീട് തന്നെയാ. അത് സച്ചിൻ നിനക്കായി പണിത വീടാ. അവൻ നിന്നെ എൻ്റെ അടുത്താക്കി പോകുമ്പോൾ നീ ഉണർന്ന കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വീട് ചോദിച്ച് പോകുന്ന അറിയാവുന്നത് കൊണ്ടായിരിക്കും അവൻ പണിത വീടാ. അതേതായാലും നന്നായി. എന്നാ അവിടോട്ട് നാളെ തന്നെ ഷിഫ്റ്റ് ആവാം. എന്താണ് ഇത്ര അർജന്റ്? നാളെ തന്നെ പോണോ? വേണടാ, നീ ഒരു പണിക്കാരനെ വെച്ച് എത്രയും പെട്ടെന്ന് ഒന്ന് വൃത്തിയാക്കാൻ പറ. എനിക്ക് നാളെ തന്നെ ഷിഫ്റ്റ് ആവണം. ഞാൻ നാളെ ഒരിടം വരെ പോവാന്ന് വിചാരിച്ചതാ. നീ എങ്ങോട്ടാ പോകുന്നേ? വേറെങ്ങോട്ടല്ല, തറവാട്ടേക്ക്. കുറേ ആയി പോയിട്ട്. അപ്പോൾ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാന്ന് വിചാരിച്ചു. പക്ഷെ നാളെ നീ ഇവിടുന്ന് പോവല്ലേ? പിള്ളേർ തനിച്ചല്ലേ? ഞാൻ വന്നിട്ട് പോയാൽ പോലെ നിനക്ക്? ഏയ്, അത് വേണ്ടടാ. തൊട്ടപ്പുറത്ത് തന്നെ ഞാനില്ലേ. സോ നീ പോയിട്ട് വാ. ശരി, എന്നാ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞാൻ ഏതായാലും അത് വൃത്തിയാക്കിയിടാൻ പറയാം. ഓ, അപ്പോ വീട് മാറുവാണല്ലേ? അതുകൊണ്ടൊന്നും നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്കിളെ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അത് ശരി, നിങ്ങൾ വീട് മാറിയെന്ന് വെച്ച് എനിക്ക് എന്റെ ക്ലാസ് കൊടുക്കാൻ പറ്റുമോ? ഇനി തൊട്ട് നിനക്ക് ഞാൻ സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നില്ല. നീ പൊക്കോ. അതെന്ത് വർത്താനം അങ്കിള്? അച്ഛൻ തന്നെയല്ലേ അങ്കിളിനോട് എനിക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ പറഞ്ഞേ. അങ്കിൾ സമ്മതിച്ചതും ഇത്ര ദിവസം എടുത്തതോ? പെട്ടെന്ന് ഇപ്പോ ക്ലാസ് വേണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ അച്ഛനോട് പറയട്ടെ. ശരി ശരി, ഏതായാലും എക്സാം ആവാറായില്ലേ? അതുവരേ ഉള്ളൂ. പിന്നെ പഠിക്കാൻ വന്നാ പഠിക്കണം, അല്ലാണ്ട് ഇവിടെ നിന്റെ കളിയൊന്നും പറ്റില്ല. പഠിക്കണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇതാ, ഈ നോട്ട്സ് ഒക്കെ എഴുതി തീർക്ക്. അങ്കിളെ, ആ AC ഒന്ന് കൂട്ടുവോ? എന്തൊരു ചൂടാ ഇവിടെ. ഹോ. ചാരു, എന്റെ ഇത് കാലെടുക്ക്. നിന്റെ കളിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതാ, പഠിക്കാൻ വന്നാ പഠിക്കണം. നിങ്ങളിപ്പോ കാണാൻ നല്ല ഹോട്ടായിട്ടുണ്ട്. ചാരു, അത് നേരെ ഇട്. ഇല്ലെങ്കിൽ നിന്നോടല്ലടി പുല്ലേ അത് നേരെ ഇടാൻ പറഞ്ഞേ. നീ ആരെ കാണിക്കാനാടി ഇത്? വേറെ ആരെ കാണിക്കാൻ? നിങ്ങളെ തന്നെ. നിങ്ങളത് കാണുന്നുണ്ടല്ലോ. എന്താ ഞാനൊന്നും കാണുന്നില്ല എന്നാണ് നിങ്ങളെ വിചാരം? അതെ, ഞാൻ എല്ലാം കാണുന്നുണ്ട്. ഇടക്കിടക്ക് നിന്നെ നോക്കി നിൽക്കാറുണ്ട്. അതൊന്നും നീയാണെന്ന് കരുതിയിട്ടല്ല. നിനക്കെന്റെ മീരയുമായി ഒരുപാട് സാമ്യമുണ്ട്. അപ്പൊ ചിലപ്പോഴേക്കും നീ മീരയാണെന്ന് തോന്നിപ്പോയിട്ടാ നോക്കി നിൽക്കുന്നത്, അല്ലാതെ നിന്നെ നോക്കി നിൽക്കുന്നതല്ല. ഓ, will you please stop it? മീര മീര മീര, എനിക്കിപ്പോ അവരെ വെറുപ്പാ. നിങ്ങൾ പറഞ്ഞ് എനിക്കിപ്പോ അവരോട് വെറുപ്പാ. അവർ കാരണ എനിക്കിപ്പോ നിങ്ങളെ കിട്ടാത്തെ. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. നിന്നെപ്പോലെ ഒരുത്തിയുടെ മുന്നിൽ ഞാൻ ഒരിക്കലും വീട് പോവില്ല. സ്വന്തം അച്ഛന്റെ സ്ഥാനത്തുള്ള എന്നെയാ അവള്. നിനക്ക് എങ്ങനെ തോന്നുന്നു? നിങ്ങൾ എന്റെ അച്ഛന്റെ സ്ഥാനത്തൊന്നുമല്ല. നിങ്ങളെ ഞാൻ അച്ഛനായി കാണുന്ന പോലുമില്ല. പിന്നെ നിങ്ങൾ എന്തിനാ മകളെ പോലെ എന്നെ കാണുന്നേ? എനിക്കിപ്പോ നിന്നോട് വെറുപ്പ് തോന്നുക. എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാത്ത നിന്നെ നിന്റെ കാര്യം സാധിക്കാൻ വേണ്ടിട്ട് നീ എന്തും ചെയ്യും. അതെനിക്ക് മനസ്സിലായതാ. അതെ,
ചെയ്യും. എനിക്കൊരു മടിയുമില്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ. നീ ഒന്ന് മനസ്സിലാക്കി ചോരു, നീ എന്നെ സ്നേഹിക്കുന്നതല്ല, നിനക്ക് എന്നോടൊരു അട്രാക്ഷൻ തോന്നിയതാ. എനിക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നിയതല്ലെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാ. അതെന്താ നിങ്ങൾക്ക് അംഗീകരിച്ച? അങ്ങനെ ആണെങ്കിൽ തന്നെ അംഗീകരിക്കാൻ എനിക്ക് മനസ്സില്ലടി. നിന്റെ ഈ പ്രവൃത്തികളൊക്കെ നിന്നോടുള്ള എന്റെ വെറുപ്പ് കൂട്ടുവാ. ഞാനിപ്പോ ആഗ്രഹിച്ചു പോവാ. ആ കോമയിൽ നിന്ന് എഴുന്നേക്കണ്ടായിരുന്നു, എന്നാ പിന്നെ നിന്നെ കാണില്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ അന്നത്തെ അപകടത്തിൽ ഞാനങ്ങ് മരിച്ചാ മതിയായിരുന്നു, എന്റെ മീരയുടെ കൂടെ പോയാ മതിയായിരുന്നു. അത്രത്തോളം നീ എന്നെ വെറുപ്പിച്ചു. നിന്നെ എനിക്കിപ്പോ കാണുന്നത് പോലും ഇഷ്ടമല്ല. എന്റെ മുന്നിൽ നിന്ന് പോയി തരാമോ? നിങ്ങൾക്ക് എന്നെ അത്രമാത്രം വെറുത്തോ? അതേടി, വെറുപ്പാ എനിക്ക്. സോ ഇനിയെങ്കിലും എന്നെ ഉപദ്രവിക്കാതെ ഒന്ന് പോവോ? എന്റെ മുന്നിൽ ഇനി കണ്ടുപോവരുത്. നിങ്ങളുടെ മീര പോയ പോലെ ഞാനും പോയാലോ? അപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ സ്നേഹിക്കോ? നിങ്ങളെ മീരയോടുള്ള സ്നേഹം കണ്ടിട്ടാ എനിക്കും അതുപോലെ കൊതി തോന്നിയിട്ടാ നിങ്ങൾ എന്നെ അങ്ങനെ സ്നേഹിക്കോ? നീ എന്തൊക്കെ പ്രാന്തായി പറയുന്നേ? നീ ഇനി മരിച്ചു പോയാലും എനിക്കതൊരു പ്രശ്നമല്ല. നീ എന്റെ ആരാ? ഒന്ന് പോയി തരുമോ പ്ലീസ്? ഞാൻ കാല് പിടിക്കാം. എന്റെ മുന്നിലേക്ക് ഇനി വരരുത്. അത്രയും ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത മുഖവാ. പ്ലീസ്. ഓക്കെ, ഇല്ല, ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഒരിക്കലും വരില്ല. നിങ്ങളുടെ മുന്നിൽ പോലും വരില്ല. സിദ്ധു, നീ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറയാൻ പോയെ? കേട്ടിട്ട് എനിക്ക് തന്നെ പാവം തോന്നുന്നു. അത്രയും പറയണ്ടായിരുന്നില്ല. പിന്നെ അവളുടെ കുട്ടിക്കളിക്കൊക്കെ ഞാൻ കൂട്ടി നിൽക്കേ? അവള് ബോധമില്ലാതെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നതിന് ഞാൻ അതിന് കൂട്ടി നിൽക്കണമെന്നാണോ നീ പറയുന്നേ? എനിക്ക് തോന്നുന്നില്ല അവള് തമാശക്ക് ഇങ്ങനെ കാണിക്കുവാന്ന്. അവൾക്ക് നിങ്ങളോട് സീരിയസ് ആയിട്ട് ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അത് പാടില്ല. അവളെനിക്ക് മകളെ പോലെയാ. അവൾ അത് ഓർത്തില്ലെങ്കിൽ ഞാൻ അത് ഓർക്കണ്ടേ? എന്റെ പൊന്ന് സിദ്ധുവിന് 10-40 വയസ്സുണ്ടെന്ന് കരുതി അവളുടെ അച്ഛനാവോ? ഒരിക്കലും ഇല്ല. അത് സിദ്ധു മനസ്സിലാക്ക്. കാലം മാറി. അതൊന്നും ഇപ്പൊ ഇവിടെ വിഷയമല്ല. ഇന്നത്തെ കാലത്ത് എത്ര പേര് അങ്ങനെ കല്യാണം കഴിക്കുന്നു? ഇത് 2035 സിദ്ധു ഇപ്പോഴും 2015 എനിക്കതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അതെ, ഞാനിപ്പോഴും 2015 തന്നെയാ. അങ്ങനെ തന്നെ നീ കരുതിക്കോ. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അത് മാത്രമല്ല, എനിക്ക് എന്നെ മീരയെ മറന്ന് ഒരിക്കലും ജീവിക്കാനാവില്ല. അങ്ങനെ പറ. മീരയാണ് വിഷയം. അവള് പറഞ്ഞത് ശരിയല്ലേ? മീര മരിച്ചു പോയില്ലേ? 20 വർഷം കഴിഞ്ഞു. ഇനിയും ഇപ്പോ അതിങ്ങനെ ഓർത്തോണ്ടിരിക്കണോ? മൂവ് ചെയ്തൂടെ? ഒരു ലൈഫില്ലേ? നീ എന്തൊക്കെയാ മീര ഈ പറയുന്നേ? സത്യമാ ഞാൻ ഈ പറയുന്നേ. മരിച്ചു പോയവരെ ഓർത്ത് ജീവിതം കളയണോ? അവരെ മറക്കണം, അവരെ ഓർക്കണ്ട എന്നൊന്നും ഞാൻ പറയില്ല. സിദ്ധുവിന്റെ ഉള്ളിലെ പ്രണയം അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. പക്ഷെ എന്ന് കരുതി സിദ്ധുവിനൊരു ജീവിതം ഇല്ലേ? സിദ്ധുവിന് ജീവിക്കണ്ടേ? സോ ചാരുവിന് നിങ്ങളോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി നിങ്ങളോട് വന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ്? സ്റ്റോപ്പ് ഇറ്റ് മീര. നീ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, മീരയോടുള്ള എന്റെ പ്രണയം അറിയുന്ന നീ തന്നെയാണോ ഇത് പറയുന്നേ? അറിയാം, എനിക്ക് എല്ലാം അറിയാം. അതുകൊണ്ടാ ഞാൻ പറയുന്നേ. സിദ്ധുവിന് മൂവ് ചെയ്തൂടെ? ഒരു ജീവിതം സിദ്ധുവിനും വേണ്ടേ? ചാരുവിന് ഒരു ചാൻസ് കൊടുത്തൂടെ? അവക്ക് നിങ്ങളെ മീരയേക്കാൾ സ്നേഹിക്കാൻ പറ്റിയാലോ? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ കാലത്ത് ഈ ഏജ് ഒന്നും പ്രശ്നമല്ല. നമ്മുടെ സൊസൈറ്റി അത് ജഡ്ജ് ചെയ്യാൻ വരില്ല. ആ കാലൊക്കെ കഴിഞ്ഞു. പിന്നെന്താ സിദ്ധുവിന്റെ പ്രശ്നം? ഇല്ല, എനിക്കതിന് കഴിയില്ല. ഞാൻ കരുതി നീയെങ്കിലും എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നു. എവിടെ? എല്ലാം വെറുതെയാ. ഞാനല്ല, സിദ്ധുവിനെ തന്നെ മനസ്സിലാക്കാത്തെ. മീരയോടുള്ള സ്നേഹത്തില് ചാരുവിനോട് എന്തൊക്കെയാ പറഞ്ഞേ? അവളോട് ചാവാൻ വരെ പറഞ്ഞില്ലേ? അവക്ക് എത്ര വിഷമായി കാണും. ഇനി അവൾ അങ്ങനെ വല്ലതും ചെയ്താ? അങ്ങനെ വല്ലതും ചെയ്താ ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് സ്വസ്ഥത കിട്ടുമല്ലോ. ശല്യം. സിദ്ധു, ഐ ഹേറ്റ് യു. നിങ്ങൾ ഇത്ര ക്രൂവലായിരുന്നോ? എങ്ങനെ പറയാൻ കഴിയുന്നു? നിങ്ങൾക്കൊരു ഫീലിങ്സും ഇല്ലേ? സെൽഫിഷാ നിങ്ങള്, സെൽഫിഷാ. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ വിളിക്കില്ല. ഗുഡ് ബൈ. ഹലോ മീര. ഹലോ. ഷേ, ഇവളെന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയെ? ഞാൻ പറഞ്ഞത് കൂടി പോയോ? ചാരു അവള് വല്ല കടുകയോ ചെയ്യൂ?
ഇന്ന് ആരൊക്കെയാ ആബ്സെന്റ്? ചാരുലത സർ. അവള് എന്റെ ക്ലാസ് കട്ട് ചെയ്തതാണോ അതോ കോളേജിലോട്ട് വന്നില്ലേ? അല്ല, അവളിന്ന് കോളേജിലോട്ട് വന്നിട്ടില്ല. എന്തു പറ്റിയതാ? എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എന്തായാലും തന്റെ കൂട്ടുകാരിയോട് നാളെ വന്ന എന്നെ കണ്ടിട്ട് ക്ലാസ് കയറിയാൽ മതിയെന്ന് പറഞ്ഞാൽ മതി. ശരി സർ. ചാരുലത, ആബ്സെന്റ് സർ. എന്താടോ അവള് 2-3 ദിവസമായിട്ട് ആബ്സെന്റ് ആണല്ലോ, അവക്കെന്താ പറ്റിയേ? എനിക്കറിയില്ല സർ, അവളെ കോണ്ടാക്ട് ചെയ്യാൻ കിട്ടാറില്ല. ഈശ്വര, അവക്കെന്താ പറ്റിയേ? ഇനി വല്ല അബദ്ധവും? അവള് വീട്ടിലുമില്ല, കോളേജിലോട്ടും വരുന്നില്ല, പിന്നെന്താ പറ്റിയേ? ചാരു, ചാരു, ഇവിടെ ആരും ഇല്ലേ? ചാരു, ജിമിനെ, സിദ്ധു അങ്കിൾ, അവിടെ ആരുമില്ല. ജിമിന്, നീയും ചാരു എവിടെയായിരുന്നു? ഞാൻ 2 ദിവസം മുന്നേ തറവാട്ടിലോട്ട് പോയതാ. ഓ, ചാരുവും അവിടെ ആയിരിക്കും അല്ലേ? അവളെന്നാ ഇനി വരുന്നേ? അവൾക്ക് എക്സാം ആയി തുടങ്ങിയല്ലോ. അങ്കിൾ എന്തൊക്കെയാ പറയുന്നേ? അവൾ കോളേജിലോട്ട് വരുന്നില്ലേ? അവള് പാറുവിന്റെ വീട്ടിലാ, എന്റെ കൂടെ വന്നിട്ടില്ല. ഓ, അങ്ങനെയാണോ? അവള് കോളേജിലോട്ട് വന്നിട്ടില്ലായിരുന്നു. വീട്ടിലാണെങ്കിൽ നിങ്ങൾ 2 പേരും ഇല്ല. അതാ ഞാൻ ചോദിച്ചേ. അപ്പോ നീ വന്ന സ്ഥിതിക്ക് അവളിന്ന് ഇങ്ങോട്ട് വരുമോ? ഇല്ല, അവളിനി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ എന്നാ പറഞ്ഞേ. അവക്ക് പാറുവിന്റെ കൂടെ കമ്പൈൻ സ്റ്റഡി നടത്താനാ. അതിന്റെ ആവശ്യം എന്താ? അവക്ക് ഞാൻ ഇവിടുന്ന് സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. നീ അവളോട് വരാൻ പറ, ഞാൻ ക്ലാസ് എടുത്തോളാം. ശരി അങ്ങള്, ഞാൻ പറയാം. ഇല്ല, ഇനി ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഒരിക്കലും വരില്ല. നിങ്ങളുടെ മുന്നിൽ പോലും വരില്ല. അവളെ കാണാത്തതുകൊണ്ട് എനിക്കെന്തീ സംഭവിക്കുന്നേ? ഭ്രാന്ത് പിടിക്കുക. അവളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. എന്തിനാ ഞാൻ അവളോട് അങ്ങനെയൊക്കെ പറയണ്ടില്ലായിരുന്നു. നാളെങ്കിലും അവളൊന്ന് വന്നാ മതിയായിരുന്നു. ചാരുലത ഇന്നും ആബ്സെന്റ് ആണ് അല്ലേ? അതെ സർ. പാർവതി, ക്ലാസ് കഴിഞ്ഞ സ്റ്റാഫ് റൂമിലോട്ടൊന്ന് വാ. ഓക്കെ സർ. സി പാർവതി, ചാരു നിന്റെ വീട്ടിലാണെന്ന് എനിക്കറിയാം. എന്നിട്ടെന്തിനാ നിനക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞേ? അത് സർ, ചാരു പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞേ. അവളെന്താ കോളേജിലോട്ട് വരാത്തെ? എത്ര ദിവസമായി വന്നിട്ട്? അവക്ക് സുഖമില്ല, ഫീവറാ, അതുകൊണ്ട് അവള് വരാത്തെ. എന്നിട്ട് അവക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, കുറവുണ്ട് സർ. ശരി, നീ പൊക്കോ. ഓക്കെ. ചാരു, അങ്ങേർക്കിപ്പോ നല്ല മാറ്റം ഉണ്ടടി. ഒരു ദിവസം പോലും നിന്നെ പറ്റി അന്വേഷിക്കാത്ത ദിവസമില്ല. അതിലൊന്നും വലിയ കാര്യമില്ലടി. ഞാൻ ചത്തോ ജീവനോടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്നാലല്ലേ അങ്ങേർക്ക് സന്തോഷിക്കാൻ പറ്റൂ. ഒന്ന് പോടി, ഇതങ്ങനെയൊന്നും അല്ല. അങ്ങേർക്ക് നിന്നെ നല്ല പോലെ മിസ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം നീ വന്നത് കരുതി നല്ല ആവേശത്തോടു കൂടിയാ സർ ക്ലാസ്സിലോട്ട് വരാം. നീ ആബ്സെന്റ് ആണെന്ന് അറിയുമ്പോ മൂഡ് പോവും, പിന്നെ ക്ലാസ്സേ എടുക്കില്ല. അതാ ഞാൻ പറഞ്ഞേ, അങ്ങേർക്ക് നിന്നോട് ഫീലിങ്സ് വന്നിട്ടുണ്ട് മോളെ. അതൊക്കെ നിനക്ക് ചുമ്മാ തോന്നുന്നതാടി. എനിക്കറിയാലോ അങ്ങേരെ, അയാൾക്ക് മീരാന്ന് വെച്ച ജീവനാ. ചിലപ്പോ അങ്ങേർക്ക് മിസ് ചെയ്യുന്നുണ്ടാവും, എന്നെയല്ല, അങ്ങേരുടെ മീരയെ. അവരെ പോലെയാണല്ലോ ഞാൻ. അങ്ങേര് റിക്കവർ ആയതിനു ശേഷം കാണുന്നത് എന്നെയാ. അങ്ങേരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മീരയാണെന്ന് കരുതി എന്നെ നോക്കി നിൽക്കാറുണ്ടെന്ന്. അതായിരിക്കും എന്നെ കാണാത്തതുകൊണ്ട് അങ്ങേർക്ക് ഇത്ര പരവേശം. അല്ലടി, എനിക്കങ്ങനെ തോന്നുന്നൊന്നുമില്ല. അങ്ങേർക്ക് നിന്നെ തന്നെയാ മിസ് ചെയ്യുന്നേ. എനിക്കുറപ്പാ, എന്തോ ഒരു ഫീലിങ്സ് അയാൾക്ക് നിന്നോട് വന്നിട്ടുണ്ട്. ഓ പിന്നെ വന്നത് തന്നെ. ഞാൻ ചത്താലും അത് അങ്ങേരെ ബാധിക്കില്ല. അപ്പോഴാ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അങ്ങേരെ നീ വിട്ടോ? വിടാനോ? എന്റെ ഈ മനസ്സിലാക്കിയേറിക്കൂടെ? അതത്ര പെട്ടെന്നൊന്നും പോവില്ല. നീയൊക്കെ പറയുന്ന പോലെ അങ്ങേർക്ക് ശരിക്കും എന്നെ മിസ് ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയണം. അതോ ഞാൻ വിചാരിച്ച പോലെ മീരയെ തന്നെയാണോ അങ്ങേർക്ക് മിസ് ചെയ്യുന്നതെന്ന് അറിയണം. ഇതെന്റെ അവസാനത്തെ പരീക്ഷണ. അതിലും മീരയാണ് ജയിക്കുന്നതെങ്കിൽ ഈ ചാരു ഒരിക്കലും അങ്ങേരുടെ ജീവിതത്തിലോട്ട് ഇനി പോവില്ല, അതുറപ്പാ. നിന്റെ മനസ്സിൽ എന്താ ചാരു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയാം,
നീ ആദ്യം ജിമിനേട്ടനെ വിളിക്ക്. ചേട്ടനോട് എനിക്ക് എല്ലാ കാര്യങ്ങളും പറയണം. ഇനി ചേട്ടന്റെ സഹായവും എനിക്ക് വേണം. എന്നിട്ട് വേണം നാളത്തോടു കൂടി എല്ലാം എനിക്ക് തീരുമാനിക്കാൻ. അങ്ങനെ വിടണോ വേണ്ടയോ എന്ന്. നിങ്ങളുടെ മീര പോയ പോലെ ഞാനും പോയാലോ? അപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ സ്നേഹിക്കോ? നിങ്ങളെ മീരയോടുള്ള സ്നേഹം കണ്ടിട്ടാ എനിക്കും അതുപോലെ കൊതി തോന്നിയിട്ടാ. നിങ്ങൾ എന്നെ അങ്ങനെ സ്നേഹിക്കോ? ഇല്ല, ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഒരിക്കലും വരില്ല. നിങ്ങളുടെ മുന്നിൽ പോലും വരില്ല. ചാരു, ഈശ്വര, എനിക്കെന്തീ സംഭവിക്കുന്നേ? അവൾ അന്നങ്ങനെ പറഞ്ഞു പോയത് പിന്നെ മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങിയിട്ടില്ലെന്ന്. എപ്പോഴും അവളാ എൻ്റെ മനസ്സിൽ. അവളെ ഒന്ന് കാണാതെ, അവളോടൊന്ന് സംസാരിക്കാതെ എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ല. എന്താ ഇങ്ങനെയൊക്കെ? ചാരു, അവൾ എന്നാ ഇനി വരിക? ആ, എഴുന്നേറ്റോ? എന്തൊരു ഉറക്കമായിരുന്നു. നമുക്ക് പോണ്ടേ? ചാരു, ചാരു, നീ എപ്പോഴാ വന്നേ? സിത്തു എന്തൊക്കെയാ പറയുന്നേ? ആരാ ഈ ചാരു? ഞാൻ മീരയാ. മീരയോ? അതെ, മീരയാ.